أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. أيها الحضار الكرام والأساتذة الأفاضل، السلام عليكم ورحمة الله تعالى وبركاته. مرحبا بكم جميعا في هذه الجلسة التوجيهية للغة العربية مع القواعد النحوية تحت برنامج المهدية، تحت إشراف جامعة دار الهدى الإسلامية. إن شاء الله سنسعى من خلال هذه الجلسة التوجيهية إلى هدف نبيل، وهو إتقان تعليم اللغة العربية مع القواعد النحوية، يعني دمج واختلاط تعليم اللغة العربية مع القواعد النحوية. كما أنتم تعرفون يا أساتذتي ويا أعزائي، في هذا العصر الراهن تعليم اللغة العربية إنه يواجه تحديات كثيرة، تحديات غزيرة. كما أنتم تعرفون إن تعليم اللغة العربية لم يعد مجرد حفظ بعض القواعد وحفظ بعض المفردات فقط، بل هناك كثير من الأشياء وراء ذلك. فلنصل إلى هذا الهدف النبيل قد تخطينا خطوة جديدة في هذه السنة لتعليم المهدية، لبرنامج المهدية. يعني قد أصدرنا كتابا جديدا لهذه السنة الأكاديمية باسم نصوص أدبية لتعلم اللغة، ولم نعطي لهذا الموضوع حصة خاصة أو حصة مختلفة من حصة النحو الواضح، بل هناك حصة واحدة للنحو الواضح والنحو واللغة العربية. وفي بداية الأمر إن شاء الله أسأل الله تعالى أن يجعل هذه الجلسة وهذا اللقاء نافعا ومفيدا، وأن يرزقنا الإخلاص والتوفيق في أقوالنا وفي أعمالنا. فعلى بركة الله نبدأ هذا اللقاء. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് മഹദിയ കോഴ്സുകളിൽ ഒരുപാട് കിതാബുകൾ, ഒരുപാട് വിഷയങ്ങൾ അറബിയിൽ പഠിപ്പിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഹദീസ് പോലെ, തഫ്സീർ പോലെ, ഫിഖ്ഹ് പോലെ ഒരുപാട് വിഷയങ്ങൾ അറബിയിൽ പഠിപ്പിക്കുന്നു. പക്ഷേ അറബി ഭാഷ പഠിപ്പിക്കുന്നില്ല എന്നുള്ളൊരു വിഷയം വന്നിരുന്നു. അങ്ങനെ അത് അടിസ്ഥാനത്തിലാണ് ചെറിയ രീതിയിലെങ്കിലും ഈ വർഷം മുതൽ തുടക്കം കുറിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ നമ്മൾ നുസൂസ് അദബിയ ലി തഅല്ലുമിൽ ലുഗ എന്നുള്ള ഹെഡിങ്ങിൽ ഒരു കിതാബ് നമ്മൾ പബ്ലിഷ് ചെയ്തത്. അപ്പോൾ അത് പബ്ലിഷ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും അതിന് പ്രത്യേകമായിട്ട് നമ്മളൊരു പീരീഡുകളൊന്നും നമ്മൾ അതിന് കൊടുത്തിട്ടില്ല. നമ്മളത് നഹ്വുൽ വാദിഹിന്റെ പീരീഡിൽ തന്നെ അതിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നഹ്വുൽ വാദിയിൽ നിന്ന് കുറെ ഭാഗങ്ങൾ നമ്മൾ കുറക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്, ഈ ഒരു അദബിനെ നമുക്ക് അവിടെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നാമത് അത് രണ്ടും വേർതിരിക്കാതെ രണ്ടും ഒരു പീരീഡ് തന്നെ ആക്കാനുള്ള ഒരു കാരണം, അത് ഇപ്പോ മോഡേൺ ഇറയിൽ, അതിപ്പോ ഈ ഒരു നിലവിലെ സാഹചര്യങ്ങളിൽ ഒരുപാട് റിസോഴ്സുകൾ നമുക്ക് ലഭ്യമാണ്. അറബി പഠിപ്പിക്കുന്ന ഗൈറുൻ നാത്തിഖീൻ എന്നുള്ളതാണ് നമ്മുടെ വിഭാഗത്തിന് തന്നെ അറിയപ്പെടുന്നത്. ലുഗ അൽ അറബിയ ലിഗൈരിൻ നാത്തിഖീന ബിഹ എന്നാണ് പറയപ്പെടുക. അഥവാ ഭാഷ അല്ലാത്ത അനറബികളായവര് എങ്ങനെ ഭാഷ പഠിക്കുന്നു, എങ്ങനെ കായിക പഠിക്കുന്നു എന്നുള്ള ഒരു പുതിയൊരു രീതി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അറബ് ലോകത്തിൽ നിന്ന് തന്നെ നമുക്ക് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അഥവാ അറബികൾ തന്നെയാണ് ഇതിന് മുന്നിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് കിതാബുകൾ, പല ഏരിയകളിലുള്ള പല കിതാബുകൾ വ്യത്യസ്തമായ അൽ അറബിയത്ത് തജ്മഉന, അൽ അറബിയത്ത് ബൈന യദൈക, അങ്ങനെ അപ്ലൈ ചെയ്യപ്പെട്ട് ഇവിടെ ദാറുൽ ഹുദയിലും അതുപോലെ മറ്റൊരുപാട് സിലബസുകളിലൊക്കെ അപ്ലൈ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം കൂടിയാണിത്, അൽ അറബിയത്ത് ബൈന യദൈകൊക്കെ. അപ്പോൾ ദാറുൽ ഹുദയിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരുപാട് ആളുകൾ അതിന് ആപ്ലിക്കേഷൻ കുറിച്ചുള്ള ഫീഡ്ബാക്കുകളും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ദാറുൽ ഹുദയിലൊക്കെ വന്നിരുന്നൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഒരു നിലയ്ക്ക് പഴയൊരു കാലത്തിൽ നിന്ന്, പഴയൊരു സിസ്റ്റത്തിൽ നിന്നൊക്കെ മാറി ഈ ഒരു വിഷയം അപ്ലൈ ചെയ്യുന്നതിലൂടെ ഒരുപാട് ഉപകാരങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു കുട്ടിക്ക് ഇവിടെ
പഠിക്കുന്ന 1-ാം ക്ലാസ്സിൽ അഥവാ ഒരു 10-ാം വയസ്സിൽ തന്നെ അറബിയിൽ അവനെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും കോൺഫിഡൻസോടെ ഒരാൾ അറബിയിൽ എന്തെങ്കിലും സംസാരിച്ചാൽ അറ്റ്ലീസ്റ്റ് അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവെങ്കിലും അവനക്ക് കിട്ടുന്നുണ്ട്. അപ്പോ ഈ ഒരു അറബിയ ബൈന യദൈക്കിന്റെ ഒക്കെ ഒരു ശൈലി എന്ന് പറഞ്ഞാല് അതിൽ ആ ഒരു ഭാഷയിൽ നിന്ന് തന്നെ നെഹ്വു പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ പഴയൊരു ശൈലി എന്ന് പറഞ്ഞാൽ ആദ്യം നെഹ്വു പഠിച്ചിട്ട് പിന്നെ ഭാഷയിലേക്ക് കയറുക എന്നുള്ളതായിരുന്നു. അത് ഗ്രാമർ ആദ്യം പഠിക്കുക. അങ്ങനെയല്ല നമ്മൾ പഠിപ്പിക്കുന്നത് ഈ ഒരു സിൽസിലയിലൂടെ, ഈ ഒരു സീരീസിലൂടെ. അതിൽ ആദ്യം പഠിപ്പിക്കുന്നത് ഭാഷയാണ്. ഭാഷയിലൂടെയാണ് അവര് ഗ്രാമർ പഠിക്കുന്നത്. നമ്മള് സാധാ നമ്മുടെ ഒരു ചെറുപ്പകാലൊക്കെ ഇങ്ങനെ ആലോചിച്ചാൽ മതി നമ്മളെങ്ങനെ മലയാളം പഠിച്ചു എന്നുള്ളത്. നമ്മളൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുകയാണ്, ഒരു അറബി സാഹചര്യം ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിലൂടെ നമ്മൾ അറബി പഠിക്കുകയാണ്. നമ്മൾ മലയാളമൊക്കെ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്നു നമ്മുടെ ചുറ്റുപാടിലുള്ള ആദ്യം ക്ലാസ്സിൽ നിന്ന് നമ്മുടെ ക്ലാസ്സിൽ പുസ്തകത്തെ പറ്റി പഠിക്കുന്നു, അതുപോലെ ഡെസ്കിനെ പറ്റി പഠിക്കുന്നു, പേനയെ പറ്റി പഠിക്കുന്നു. അതുപോലെ നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ ആദ്യം മലയാളം സംസാരിച്ചു കൊടുക്കും, ഉമ്മ എന്ന് പറയുന്നു, ഉപ്പ എന്ന് പറയുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്ന സാധനങ്ങൾ ഏതാണോ അതിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ആദ്യം നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ആഗോളവൽക്കരണം, അതുപോലെ മറ്റേ ഇന്റർനാഷണൽ ഇഷ്യൂകള്, അതുപോലെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള നമ്മളെ കുട്ടികൾക്ക് യാതൊരു പരിചയം ഉണ്ടാവില്ല. എന്നാൽ അവർ ഇതൊക്കെ പഠിക്കും വേണ്ടി വരും. അതിലൂടെ അങ്ങനെ അവർ ഭാഷ പഠിപ്പിക്കാറുമ്പോൾ അത് അവർക്കൊരു റിസ്ക് ഫാക്ടറായിട്ടാണ് അനുഭവപ്പെടുക. ഉടനെ രണ്ടും നടക്കൂല. അപ്പൊ ഭാഷയും പഠിക്കലുണ്ടാവില്ല, അതിന്റെ ഒപ്പം തന്നെ നെഹ്വു പഠിക്കലും ഒരു റിസ്ക് ഫാക്ടറായിട്ട് മാറും. അപ്പോ നമ്മള് ഈ ഒരു വർഷം അതിൽ നിന്നൊരു മാറ്റം എന്നുള്ളതായിരിക്കും ചെറിയൊരു നിലക്കാണ്. അപ്പോ അതിന്റെ ഒരു മറ്റേ നമ്മള് എന്താ പറയാ മൻഹജ് തിറാസി അതിന്റെ സിലബസ് നമ്മൾ ചെയ്തിട്ടുള്ളത് നെഹ്വിൽ നിന്നുള്ള കുറച്ച് പാഠങ്ങളും പിന്നെ ഓരോ മാസവും 4 മാസമായിരിക്കും ഒരു സെമസ്റ്റർ ഉണ്ടാവുക. അപ്പോൾ ഓരോ മാസവും അതിന്റെ അദബിൽ നിന്നുള്ള ഒരു പാഠവും അങ്ങനെയാണ് ഓരോ വർഷത്തിനും വെച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു വർഷത്തിൽ M1 8 അദബിലെ പാഠം കംപ്ലീറ്റ് ചെയ്യും. M2കാരും അതുപോലെ തന്നെ 8 അവർക്ക് അങ്ങനെ M1 മുതൽ M4 വരെയുള്ള എല്ലാവരും നെഹ്വിനോടൊപ്പം തന്നെ 8 അദബിലെ പാഠങ്ങളും അവർ പഠിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ഇവിടെ നിന്നൊക്കെ ഒരു മനസ്സിലായത് ചില ഭാഗങ്ങളിലൊക്കെ അവർ ആദ്യം നെഹ്വു എടുത്ത് തീർക്കുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് അറബി പഠിപ്പിക്കുന്നു എന്നുള്ളൊരു ശൈലിയിലേക്ക് മാറുന്നുണ്ടോ? അത് ഒരു മനസ്സിലാക്കാൻ പ്രയാസമായതുകൊണ്ടായിരിക്കും. അത് അങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് എന്നുള്ളൊരു രീതി മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കും. നമ്മൾ സിലബസിൽ അതിനുള്ള ടൈം കൊടുത്തിരുന്നു, ഏത് മാസത്തിൽ പഠിപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ ഓരോ മാസത്തിനും നമ്മൾ നിശ്ചിതമായിട്ട് ഓരോ വഹദകൾ നിർണ്ണയിച്ചിട്ടുണ്ട്. അപ്പൊ ആ മാസങ്ങളിൽ ആ വഹദകൾ പഠിപ്പിച്ചാലേ നമുക്ക് അതുകൊണ്ടുള്ള ഒരു ഉപകാരം കിട്ടുള്ളൂ. അഥവാ നമ്മൾ പഠിപ്പിക്കുന്ന നെഹ്വുകൾ ആ ഒരു മാസത്തിൽ നമ്മൾ എടുക്കുന്ന ആ നുസൂസ് അദബിയിലെ ആ ഒരു വഹദയിലൂടെ നമ്മൾ അതിനെ പ്രാക്ടിക്കലിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. അപ്പോഴേ നമ്മളുടെ ആ പഠിപ്പിച്ചുള്ള നെഹ്വിനും അതുപോലെ അതിലൂടെ അവർ ഭാഷയും പഠിക്കുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആദ്യം അറബിയിലെ ഈ നുസൂസ് എടുത്തിട്ട് എന്നിട്ടാണ് നെഹ്വു എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഉഷാറാവും. കാരണം അവർ പഠിച്ച ഒരുപാട് വേർഡുകളും ഒരുപാട് പ്രയോഗങ്ങളൊക്കെ ഉണ്ടാവും. ആ പ്രയോഗങ്ങളിൽ നിന്ന് അവർക്ക് ഈ പഠിച്ച നെഹ്വിൽ എന്തെങ്കിലും കായികകൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് അവർക്ക് ഒന്നും കൂടി മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് രണ്ടും ഒരാൾ തന്നെ പഠിപ്പിക്കുമ്പോൾ അദബിനെയും നെഹ്വിനെയും ഒരാൾ തന്നെ പഠിപ്പിക്കുമ്പോൾ അതിനെ രണ്ടിനെയും കണക്ട് ചെയ്ത് പഠിപ്പിക്കാനും കൂടുതൽ ബന്ധവും കിട്ടും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇൻഷാല്ല ചെറിയൊരു രീതിയിൽ നമ്മൾ അതിനെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളൊരു ശൈലി മാത്രം നമ്മൾ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ സജഷൻസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡൗട്ടുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുകയും ചെയ്യാം. ബാക്കിയുള്ളവർക്ക് കൂടി ഉപകാരപ്പെട്ടു നിങ്ങളുടെ ഒരു അനുഭവവും ഫീഡ്ബാക്കും ഒക്കെ. നമ്മൾ അതിന് ഫസ്റ്റ് ലെവലിൽ നിന്ന് M1 മുതൽ M1 പൂർണ്ണമായിട്ടും ഹിവാറുകളാണ്. ഹിവാറുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ സംഭാഷണങ്ങൾ, കോൺവെർസേഷൻസുകളാണ് അധികവും വരുന്നത്. അപ്പോൾ കോൺവെർസേഷനുകളൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിലൂടെയാണല്ലോ ഭാഷ എന്ന് പോകുന്നത്. അപ്പോൾ ആദ്യം ഒരാളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനാണ് ഭാഷ നമ്മൾ പഠിപ്പിക്കുന്നത്. അല്ലാതെ നെഹ്വ്, കായികകൾ, ഗ്രാമറുകൾ ഒരു സാധനം കണ്ടാൽ ഇത് മുബ്തദാണ്, ഇത് ഖബറാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഭാഷ പഠിക്കുന്നത്. ഭാഷ പഠിക്കുന്നത് നമ്മൾ ഒരാളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും അതിലൂടെ നമുക്കൊരു കൾച്ചറുകൾ ഇതൊക്കെ കൈമാറ്റം ചെയ്യാനും അതിനൊക്കെയാണല്ലോ അസ്ലിയായിട്ടുള്ള അതിന്റെ ഒരു ഉദ്ദേശം അസാസിയായിട്ട്. അപ്പോ അത് പൂർണ്ണമാവണം എന്നുണ്ടെങ്കിൽ ആദ്യം ഭാഷ തറയാക്കണം, അതിലൂടെ നമ്മൾ കായികകൾ പഠിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ മോഡേൺ ലെവലിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ അന്നഹു തഖ്ലീദി എന്നുള്ളതാണ്. നമ്മുടെ പഴയ കാലത്ത് നമ്മളൊക്കെ നമ്മളൊക്കെ പഠിച്ചു പോകുന്ന ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ നെഹ്വു തഖ്ലീദിയാണ്. ആദ്യം കായിക പഠിക്കുന്നു, പിന്നെ അതിന്റെ ഉദാഹരണങ്ങൾ പഠിക്കുന്നു. അപ്പൊ അതിങ്ങനെ നമ്മളെന്തോ ഒരു റിസ്ക് ഫാക്ടർ നമ്മൾ തന്നെ പഠിച്ച സമയത്തൊക്കെ അറിയാം. കായികം അങ്ങനെ കാണാതെ പഠിക്കുക, അതിനൊപ്പം ഉദാഹരണം കാണാതെ പഠിക്കുക, അങ്ങനെ പിന്നെ നെഹ്വില് കുറെ തംബീനുകൾ അങ്ങനെ എഴുതി പോവുക എന്നല്ലാതെ നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഉപകാരങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. നമ്മൾ പഠിച്ച സാധനങ്ങൾ ഇങ്ങനെ ഓർത്തെടുക്കുക എന്നല്ലാതെ. അപ്പൊ നെഹ്വുൽ വദീഫിയാണ് ഇന്നത്തെ കാലത്ത് പഠിപ്പിക്കേണ്ട ശൈലി. നെഹ്വുൽ വദീഫി എന്ന് പറയും.
അങ്ങനെ പ്രൊഫഷണൽ ആയിട്ടുള്ള നെഹ്വുകളാണ്. അത് നമ്മൾ പഠിപ്പിക്കേണ്ടത് അതിന്റെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ തന്നെ കുറേ ഹിവാറുകള്, നുസൂസുകള്, ഖിസ്സകള് അതിലൂടെയൊക്കെയാണ് നെഹ്വു പഠിപ്പിക്കേണ്ടത്. അതന്നെ ഈ നെഹ്വുൽ വാദിയിൽ വരുന്ന എല്ലാ ബാബുകളും ഇന്ന് കാലത്ത് ആരും പഠിപ്പിക്കണില്ല. പുതിയൊരു ശൈലിയിൽ പുതിയൊരു രീതിയിലുള്ള കിതാബുകളൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ നെഹ്വുൽ വാദിന്റെ ആ കിതാബുകൾ പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട്. നമ്മളിപ്പോഴും പിന്തുടരുന്നത് ആ പഴയ നെഹ്വുൽ വാദിന്റെ കിതാബ് തന്നെയാണ്. നെഹ്വുൽ വാദിന്റെ കിതാബ് അപ്ഡേറ്റ് ചെയ്യാറ് അത് കാലങ്ങൾ കുറെ വർഷങ്ങൾ എടുത്ത് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഒരു വർഷം 2 വർഷമൊക്കെ എടുത്ത് ചെയ്യേണ്ട ഒരു പ്രോസസ്സായിട്ട് വരും. അത് കാലം കൂടും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് മുതിരാതിരുന്നത് ഈ ഒരു വർഷം. അപ്പോ പുതിയൊരു കിതാബുകളുടെ ശൈലി, അറബി കിതാബുകളുടെ ഒക്കെ ശൈലി, നമ്മൾ പറഞ്ഞ ഈ അറബി നാടുകളിൽ നിന്ന് തന്നെ വരുന്ന വൈറുൻ നാത്തിഖീൻ എന്ന സ്പെഷ്യലായിട്ട് എഡിഷൻസ് വരുന്ന കിതാബുകളിലൊക്കെ നെഹ്വു അവർ ഉൾപ്പെടുത്തുന്നുണ്ട്. ഫസ്റ്റ് വർഷം ഫുൾ കംപ്ലീറ്റ്ലി അവർ ഹിവാറാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സെക്കൻഡ് വർഷം മുതൽ കുറച്ച് നെസ്സുകൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കഥകളായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ലേഖനങ്ങളായിരിക്കാം, ചെറിയ ചെറിയ നോളജുകളായിരിക്കാം, അങ്ങനെ എന്തിനങ്ങളെ കുറിച്ചിട്ടുള്ള ചെറിയ ഫിഖറുകള്, വിശദീകരണങ്ങള് അങ്ങനെ അടങ്ങിയിട്ടുള്ള ഒരു കിതാബാണ് വരുന്നത്. ആ കിതാബ് കഴിഞ്ഞിട്ട് ആ കിതാബിന്റെ അവസാന ഭാഗത്ത് ചെറിയൊരു നെഹ്വിന്റെ ഒരു ഭാഗം വരും. ആ നെഹ്വിന്റെ ഭാഗം എന്ന് പറഞ്ഞാല് അവർ ഈ നെസ്സില് അല്ലെങ്കിൽ ഹിവാറില് ഈ ഖിസ്സകളില് ഈ കഥകളില് ഇതൊക്കെ പഠിച്ചവുമായിട്ട് ബന്ധപ്പെട്ട് അവരതിലൂടെ ശീലിച്ച ആ ഒരു സാധനത്തിന്റെ പേര് ഇതായിരുന്നു എന്ന് മാത്രം അവർ പഠിക്കുന്നു. അപ്പോ ഒരു കാനൽ ജവു ജമീലൻ, അന്തരീക്ഷം വളരെ ഭംഗിയുള്ളതായിരുന്നു, നല്ല ശാന്തമായിരുന്നു, സോഫിയൻ നല്ല ക്ലിയർ ആയിരുന്നു എന്നൊക്കെ അവർ പഠിച്ചു കഴിഞ്ഞത് അത് കാനവ ഹുവാത്തുഹ അതിന്റെ പേര് ഇങ്ങനെയാണ് എന്നുള്ളതൊക്കെ അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ആ കാനൊക്കെ ഉപയോഗിക്കാൻ അതിന്റെ ഉപയോഗമൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അവർ കായികയിലേക്കൊക്കെ വരുന്നത്. അപ്പൊ അതിലൂടെ അവർ പരിചയിച്ച ഒരു സാധനം പിന്നീട് അതിന്റെ പേര് ഇതായിരുന്നു എന്നുള്ളത് മാത്രമേ അവർക്ക് അവിടെ അറിയേണ്ടി വരുന്നുള്ളൂ. പക്ഷെ നമ്മളെ പഴയൊരു ശൈലിയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കായികം എങ്ങനെ പഠിക്കുന്നു, അപ്പൊ അതെന്തോ ഒരു വലിയൊരു സാധനമാണ് എന്നുള്ള നിലക്കാണ് കുട്ടികൾ അതിനെ കാണുന്നത് തന്നെ. അപ്പോ നമ്മള് പഠിപ്പിക്കുന്നത് കായികകളല്ല, കായികകളിലൂടെ നമ്മൾ ഭാഷയെ പഠിപ്പിക്കല്ല, നേരെ മറിച്ച് ഭാഷയിലൂടെ നമ്മൾ എന്താവാണ് കായികയെയും നെഹ്വിനെയും ഒക്കെ പഠിപ്പിക്കുകയാണ് എന്നുള്ളതാണ് ഈ നെഹ്വുൽ വദീഫയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരു കായികകൾ കാണാതെ പഠിക്കണം, എന്നാലേ അത് അവർക്കൊരു മൈൻഡിൽ നിൽക്കാനൊക്കെ, അത് മൈൻഡിൽ പിന്നീട് ഓർത്തെടുക്കാനും ഇതൊക്കെ സുഖമാണ്. പഠിപ്പിക്കണ്ട എന്നല്ല, കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഭാഷ നന്നാക്കുക എന്നുള്ളതാണ്. അപ്പൊ കായികയിലൂടെ അല്ലാതെ ഭാഷയിലൂടെ കായികയിലേക്ക് അവരെത്തിപ്പെടുക. അങ്ങനെ താലൂമ് ബിൽ ഇക്തിഷാഫ് എന്ന് പറയും. നമ്മളിങ്ങനെ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ട് ഓരോ കഥകളിലൂടെയും അതെങ്ങനെയാന്നുള്ള നമ്മൾ ജസ്റ്റ് ഒന്ന് വിശദീകരിക്കണം കുറച്ച് കഴിഞ്ഞിട്ട്. ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു ശൈലി ഇന്നത്തെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ശൈലി ഇങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ താലൂമ് ബിൽ ഇക്തിഷാഫ് എന്ന് പറയും. അവരെന്നെ കണ്ടെത്തിയിട്ട്, ഉസ്താദ്മാർക്ക് വളരെ റോള് കുറവാണ്, നമ്മൾ ടീച്ചേഴ്സിന് റോള് കുറവാണ്. ഇന്നത്തെ കായിക പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഭാഷ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ റോള് കുറവാണ്. അപ്പോ നമ്മള് വെറും അതിലേക്കുള്ള ഇൻട്രൊഡക്ഷൻ അതിലേക്കുള്ള സാഹചര്യങ്ങൾ ഇങ്ങനെ ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളൂ. ആ സാഹചര്യത്തിൽ നിന്ന് അവരിങ്ങനെ കണ്ടെത്തുകയാണ് ഓരോ മാറ്റങ്ങൾ വരുമ്പോഴും. എന്താണ് ഓരോ അക്ഷരങ്ങൾ മാറുമ്പോഴും, അതുപോലെ തന്നെ ഹർഫുകൾ മാറുമ്പോഴും, അദാത്തുകൾ മാറുമ്പോഴും, അതുപോലെ തന്നെ ഓരോ ഓർഡർ മാറുമ്പോഴും, കെലിമത്തിന്റെ ഓർഡർ മാറുമ്പോഴും ഇതൊക്കെ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുന്നു എന്നുള്ളത് മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ആ സാഹചര്യങ്ങളിൽ നിന്ന് അവര് പഠിച്ച് മനസ്സിലാക്കി എടുക്കുന്നു. അങ്ങനെയാണ് ഒരു പുതിയ ശൈലിയിൽ ആളുകൾ നെഹ്വ് പഠിപ്പിക്കുന്നത്. അപ്പൊ അത് വളരെ എഫക്റ്റീവായിട്ട് മുന്നേറുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിപ്പോ ട്രെൻഡിങ് ആയിട്ട് വരാനുള്ള കാരണം. അപ്പൊ ലിപ്തിഷാഫ് എന്ന് പറഞ്ഞാൽ അവരെന്നെ സ്വയം കണ്ടെത്തുകയാണ് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത്. നമ്മൾ നേരിട്ടാണ്ട് കായികമാണ് പറഞ്ഞു കൊടുക്കാതെ എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യം അവര് അന്ന് അവരെ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോൾ കോളേജിൽ ഏതെങ്കിലും ഒരു അതിഥി വന്ന ദിവസമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഡേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസത്തിനെ നമ്മളൊരു ഉദാഹരണത്തിലേക്ക് കൊണ്ടുവന്നിട്ടും ആ ഒരു ദിവസത്തിലൂടെ ഒരുപാട് പ്രയോഗങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ആ ഒരു ദിവസവുമായി ബന്ധപ്പെട്ട് അവരുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന അവർ പരിചയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടിൽ നിന്ന് ഉദാഹരണങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ നെഹ്വിലെ ഉദാഹരണങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ സ്വന്തമായിട്ട് കുറച്ച് പ്രിപ്പയർ ആയിട്ട് കുറച്ച്, അന്ന് നമുക്കറിയാലോ അന്ന് ആ ഒരു ദിവസം എന്തായിരിക്കും സ്പെഷ്യലായിട്ട് ഉണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾ സാധാരണ ബസ്സിലാണ് സ്കൂളിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ആ ബസ്സിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. എന്തിനെ കുറിച്ചും അവർ പരിചയിച്ചിരിക്കുന്ന എന്ത് സാധനങ്ങളെ കുറിച്ചും അവർക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള എന്ത് സാഹചര്യങ്ങളെ നമുക്ക് ഉദാഹരണങ്ങളാക്കി മാറ്റാം. എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മളെ നെഹ്വുൽ വാദിയത്തെ ഉദാഹരണങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫുള്ള് മിസ്രായിരിക്കും, ഈജിപ്തിൽ ഓരോ കൾച്ചറുകളായിരിക്കും. അന്നത്തെ ആ ഒരു ഈജിപ്ഷ്യൻ കൾച്ചർ അവിടുത്തെ ആളുകൾക്ക് പഠിക്കാൻ എളുപ്പമായതുകൊണ്ട് തന്നെ അവർ ഈജിപ്ഷ്യൻ കൾച്ചറിനെ അതിൽ കൊണ്ടുവന്ന്, നൈൽ നദിയെ കൊണ്ടുവന്നു, അവിടുത്തെ മറ്റേ പുത്തിനെ അവര് കൊണ്ടുവന്നു. അതൊക്കെ അവിടുത്തെ ഒരു കൾച്ചറായിരുന്നു, അവര് പരിചയിച്ചൊരു സാധനമായിരുന്നു. അപ്പൊ അവരെ പഠിപ്പിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗം അതായിരുന്നു. അപ്പൊ നമ്മളെ നാട്ടിലേക്ക് എത്തുമ്പോൾ നമ്മളെ നാട്ടിലെ ഉദാഹരണങ്ങൾ നമ്മൾ അതിലേക്ക് കൊണ്ടുവരണം.
നമ്മളെ നാട്ടിലെ ഉദാഹരണങ്ങൾ വെച്ചിട്ടായിരിക്കണം നമ്മൾ പഠിപ്പിക്കേണ്ടത്. അപ്പോ കുട്ടികൾ പരിചയിച്ച ഒരു സാധനമായിരിക്കുമ്പോൾ തന്നെ അവർക്ക് കേൾക്കുമ്പോൾ വല്ലാതെ ചടപ്പുണ്ടാവില്ല. എന്നാല് സംഗതികൾ വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാവുകയും ചെയ്യും. മറ്റേതെന്ന് പറയുമ്പോൾ പഴയ ഉദാഹരണങ്ങളൊക്കെ എടുക്കുമ്പോൾ അവരതിൽ നിന്ന് പുതിയ എന്തൊക്കെയോ ഒരു ലഫ്ലുകളിൽ തന്നെ കുറെ ഒരു അരോചകം എന്തൊക്കെയോ ഒരു ബന്ധമില്ലാത്ത മാതിരി നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു ഇടങ്ങാറൊക്കെ ഉള്ള മാതിരി, അപ്പൊ കുട്ടികൾക്കും അത് പഠിക്കാനും ഒരു റിസ്ക് ഉള്ള മാതിരി അവർക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോ നമ്മള് ആദ്യം തന്നെ അവര് പറഞ്ഞ പോലെ തന്നെ ഒരു പരിചയിച്ച ഒരു സാധനം അവർക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ സംഗതികൾ നമ്മൾ പറയുമ്പോഴൊക്കെ നമ്മള് പരമാവധി കഴിവിന്റെ പരമാവധി നമ്മളൊരു 70% നമ്മളെ ഭാഷകള്, നമ്മളെ വസീലത്തു അത്തഅലീം അത് അറബി ഭാഷയിൽ ആക്കാൻ ശ്രമിക്കുക. ഘട്ടം ഘട്ടമായിട്ട് അത് കഴിയുള്ളൂ. അതിങ്ങനെ അല്പാൽപമായിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ ഏറ്റി ഏറ്റി കൊണ്ടുവരിക എന്നുള്ളത്. നമ്മളൊരു സാധാരണ ഡെയിലി നമ്മൾ ക്ലാസ്സിലേക്ക് കയറുമ്പോൾ സാധാരണ ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ടാവും. ഇതൊക്കെ അവസ്ഥ കൈഫ് ലുറൂഫിക്കും, ലുറൂഫ് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ കൈഫ് അഹ്വാലിക്കും എന്നുള്ളതിന് പകരം നമ്മൾ ലുറൂഫ് എന്ന് സാധാരണയായിട്ട് അറബികൾ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ്. എന്താണ് താങ്കളുടെ അവസ്ഥകൾ, എന്തൊക്കെയാണ്. അപ്പൊ സ്പീക്ക് അങ്ങനെ ഒരുപാട് സ്പോക്കൺ ആയിട്ടുള്ള ലാംഗ്വേജിലൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ ലാംഗ്വേജിലുള്ള അറബിയിൽ പഠിപ്പിക്കാനായിട്ട് പറയും. അപ്പൊ അറബിയിലെ ചെറിയ ചെറിയ ലഫ്ലുകൾ ഇങ്ങനെ ഡെയിലി ഇങ്ങനെ നമ്മളിങ്ങനെ അതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുട്ടികളുടെ മൈൻഡിൽ അതവിടെ നിൽക്കും. അപ്പൊ നമ്മളെ കാണുമ്പോൾ തന്നെ അവർക്ക് ഓർമ്മ വരില്ല ആ ഒരു വീടുകളായിരിക്കും. ആ ഒരു ടീച്ചറെ, ആ ഒരു അറബി ടീച്ചറെ അല്ലെങ്കിൽ ഒരു നെഹ്വിന്റെ ടീച്ചറൊക്കെ കാണുമ്പോൾ തന്നെ അവർക്ക് ആ ഒരു അറബി വേർഡായിരിക്കും അവരുടെ മൈൻഡിൽ വരിക. പിന്നെ അവര് ഓട്ടോമാറ്റിക്കലി അതിങ്ങനെ എന്താവണം അവരുടെ പ്രാക്ടിക്കലായിട്ട് അതിങ്ങനെ വരികയാണ്. പിന്നെ അവർ ഇങ്ങോട്ട് ചോദിക്കലോടും. നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ഇത് പറയുന്നത്. അപ്പോ ഡെയിലി നമ്മൾ ഇതാ തക്കററ തക്കററ എന്നാണല്ലോ അറബിയിലുള്ള ഒരു ചൊല്ല്. അപ്പൊ ഇതാ തക്കററ നമ്മളതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തക്കററ അത് സ്ഥിരമാകുന്നു. തെക്രാറു യുഅല്ലിമുൽ ഹിമാർ എന്നവരെ പറയുന്നുണ്ട്. ഇങ്ങനെ ആവർത്തിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു കഴുതയെ വരെ ഒരു ഹാഫിളാക്കി മാറ്റും. കഴുത വരെ അത് വേണമെങ്കിൽ കാണാതെ പഠിക്കും എന്ന് പറയപ്പെടാറുണ്ട്. അപ്പൊ എന്ത് സാധനവും നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഫലം കിട്ടും എന്നുള്ളതാണ്. അപ്പൊ പരമാവധി നമ്മൾ അറബിയിലുള്ള കമ്മ്യൂണിക്കേഷൻ കൂട്ടുക. അപ്പൊ ആ കമ്മ്യൂണിക്കേഷനിലൂടെ അവർ അറബി ഭാഷയും കൂടി പഠിക്കുകയാണ്. അപ്പൊ നമ്മള് ചെറിയ ചെറിയ ഉദാഹരണങ്ങളൊക്കെ നമ്മൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടും അറബിയിൽ അവരെങ്ങനെ മനസ്സിലാക്കി കൊണ്ടുവരിക. അത് നമ്മൾ മനസ്സിലാക്കൽ എങ്ങനെയാന്ന് വെച്ചാൽ, മനസ്സിലാക്കിപ്പിക്കൽ എങ്ങനെയാന്ന് ചോദിച്ചാൽ നമ്മൾ ആക്ഷനുകളിലൂടെ ആയിരിക്കാം. നമ്മൾ ചിലപ്പോൾ പിക്ചറുകൾ കാണിച്ചു കൊടുത്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിത്രങ്ങൾ വരച്ചിട്ടായിരിക്കാം. ഏത് ശരി നമുക്ക് അവരെ മനസ്സിലാക്കി കൊടുക്കാൻ ഇന്നതാണ് നമ്മൾ ഉദ്ദേശിച്ചത് എന്നുള്ള അറബിയിൽ നമ്മൾ പറഞ്ഞത് ഇന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് ഏത് ശൈലിയും ഉപയോഗിക്കാം. എന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്മാർട്ട് ക്ലാസ് റൂമുകളൊക്കെ ആയിരിക്കല്ലോ, ടിവികളിൽ ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ട് അവർക്ക് പരിചയിപ്പിച്ച് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പള്ളിയുടെ അല്ലെങ്കിൽ ഒരു സ്കൂളിന്റെ ചിത്രം നമ്മൾ സ്ക്രീനിൽ കാണിച്ചു കൊടുക്കുന്നു. അതിനെക്കുറിച്ച് അവരോട് ഒരു ജുംല ഉണ്ടാക്കാൻ പറയുന്നു. അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് ചിത്രങ്ങളോടും, ഒന്ന് ഒരു സ്കൂളിന്റെ ഒരു പഴയ ചിത്രം, ഒന്ന് സ്കൂളിന്റെ ഒരു പുതിയ ചിത്രം. അപ്പൊ ഇതിന്റെ രണ്ടിനെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ കണ്ടുപിടിക്കാൻ പറയുന്നു. അങ്ങനെ അവർ കണ്ടുപിടിക്കുന്ന അപ്പോൾ ഇത് പഴയത് എന്തായിരുന്നു, അവിടെ ചുവന്ന കളറിലായിരുന്നു, മറ്റേത് പച്ചയായിരുന്നു. അങ്ങനെ അവർ കളർ വ്യത്യാസങ്ങൾ, ഇങ്ങനെ ഓരോ വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ നമ്മളതിന് ഖാനത്തിൽ ജാമിയ ഖദ്റ അത് പച്ചയായിരുന്നു അല്ലേ. അപ്പൊ അവിടെ അങ്ങനെ നമ്മൾ ഒരു കാന അങ്ങനെ നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്നിടത്തൊക്കെ നമ്മൾ എന്താവുന്നു കാന വഹ്വാത്താണ് ഇപ്പൊ നമ്മൾ പഠിപ്പിക്കുന്നത് ഉദാഹരണം എടുക്കാം. അപ്പൊ നമ്മളവിടെ കാനയെ എങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന വഹ്വാത്താണ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു ജുംലയിൽ നമ്മൾ ഇന്നെങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതിന് മുമ്പ് എന്തായാലും അവർ മുബ്തദവും ഖബറും ഒക്കെ ശീലിച്ചു വന്നവരായിരിക്കും, പഠിച്ചു വന്നവരായിരിക്കും. അപ്പൊ നമ്മൾ അതിങ്ങനെ പറയുമ്പോൾ ഓരോ ജുംലകൾ അവരിങ്ങനെ പറയുന്നതിനനുസരിച്ച് നമ്മൾ അറബിയിൽ ഇങ്ങനെ, അവർ മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറബിയിൽ അതിനെങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അഥവാ അവർ പറയുന്നത് നമ്മൾ അറബിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഈ കാന വരുമ്പോ അവിടെ ഇസ്മിന് മുബ്തദയിന് എന്ത് മാറ്റം വരുന്നത്, ഖബറിന് എന്ത് മാറ്റം വരുന്നത് എന്നുള്ളത് അവരിങ്ങനെ നോട്ട് ചെയ്യാണ്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോദിക്കും ചെയ്യാം. ഇപ്പോ ഞാനിപ്പോ ഇവിടെ ജുംലകൾ പറഞ്ഞു, ഈ ജുംലകളിൽ നിങ്ങൾ എന്തെങ്കിലും വ്യത്യാസം ശ്രദ്ധിച്ചോ? നമ്മൾ സാധാരണ ഇത് അൽ ജാമിഅത്തു ജമീലത്തുൻ എന്നാണല്ലോ നമ്മൾ പറഞ്ഞിരുന്നത്. പിന്നെ എന്തുകൊണ്ട് ഇപ്പൊ ഇന്ന് നമ്മൾ കാനത്തിൽ ജാമിഅത്തു ജമീലത്തൻ എന്ന് എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് നമുക്ക് അവർക്ക് ചോദിക്കാം. അപ്പോൾ ആ കുട്ടികളെ കൂടുതൽ ഇന്ററാക്റ്റീവ് ആയിട്ട് കുട്ടികൾക്ക് റോള് കൊടുക്കുക. കുട്ടികളെ ഒരു വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം, ഒരു ഗ്രൂപ്പൊക്കെ ആക്കി തിരിക്കാം. ഓരോ ഗ്രൂപ്പുകൾക്ക് ഓരോ ലീഡറൊക്കെ വെക്കാം. 4 ബെഞ്ചുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ 4 ബെഞ്ചുകളെ നമുക്ക് ഓരോ ഗ്രൂപ്പുകളാക്കാം. ഓരോ ഗ്രൂപ്പിന് ഓരോ ലീഡർ കൊടുക്കും, ഓരോരുത്തർക്കും റോള് കൊടുക്കാം, അവർക്ക് ഓരോ ആക്ടിവിറ്റീസുകൾ കൊടുക്കുന്നത്. അവരോട് തന്നെ നമ്മൾ ഈ ഒരു ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഒരു ഡിഫറൻസ് ഒക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ ഇനി ഇങ്ങനെ ഒരു കുറച്ച് മുക്തതവും ഖബറും ഉള്ള ഒരു ജുംലകൾ ഉണ്ടാക്കിയിട്ട്
അതിലേക്ക് നിങ്ങൾ കാന അഫ്വാത്ത് ആഡ് ചെയ്തിട്ട് ഓരോ ഗ്രൂപ്പുകൾക്കും എന്താവുക നല്ല വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങൾ കൊടുക്കുക. അന്നുണ്ടെങ്കിൽ അവർ പരിചയിച്ച അവരുടെ ഫാമിലി കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങാടികൾ കൊടുക്കാം, മസ്ജിദ് കൊടുക്കാം, ഒരു സ്കൂൾ കൊടുക്കാം. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു ഏരിയ ഓരോ ഗ്രൂപ്പിനും വീതിച്ചു കൊടുത്തിട്ട് അവരോട് ആ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ടിട്ട് ഓരോരുത്തരോടും ഓരോ ജുംലകൾ ചർച്ച ചെയ്തിട്ട് തന്നെ ഉണ്ടാക്കാൻ പറയാം. അപ്പൊ നമ്മൾ പറയുമ്പോൾ ചിലപ്പോ ടീച്ചർ ഇങ്ങനെ പറയാന്നുള്ള നിലയ്ക്ക് അവർ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ ഇരിക്കും. സ്വന്തം സഹപാഠി തന്നെ ഓരെന്നെ ഗ്രൂപ്പിൽ നിന്നിട്ട് ചർച്ച ചെയ്തിട്ട് ഗ്രൂപ്പിന് ഫസ്റ്റ് കിട്ടുന്ന നല്ല ജുംലകൾ എഴുതുന്ന ഇതും ഫുള്ള് ശരിയാക്കി എഴുതുന്ന ഗ്രൂപ്പിന് നമുക്ക് എന്തെങ്കിലും ചെറിയ സമ്മാനങ്ങളോ ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ പോയിന്റുകൾ ഇങ്ങനെ ഇട്ടിട്ട് ഓരോ മാസാവസാനം ഓരോ ഗ്രൂപ്പിന്റെയും പോയിന്റുകൾ കൂട്ടിയിട്ട് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന ഗ്രൂപ്പിന് നമുക്ക് സമ്മാനം കൊടുക്കുന്ന രീതിയോ അങ്ങനെയൊക്കെ ആലോചിക്കുക. അതൊക്കെ ഇവിടെ അപ്ലൈ ചെയ്തിട്ട് വിജയിച്ച സംഗതികളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവർ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് അതിൽ ഇൻവോൾവ് ആവാണ്. അവരെന്നെ സ്വയം കണ്ടെത്താണ് പുതിയ ജുംലകൾ. അവരുടെ കൂട്ടുകാരനെ മറ്റുള്ള കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം അവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ തെറ്റിയാൽ അവരുടെ ഗ്രൂപ്പിന്റെ മാർക്കാണ് പോകുന്നത്, അവർ ഗ്രൂപ്പിന്റെ പോയിന്റ് ആണ് കുറയുന്നത്. അവർ നിലയ്ക്ക് അവരെന്നെ സ്വയം മോട്ടിവേറ്റഡ് ആയിട്ട് അവരെന്താണ് ബാക്കിയുള്ളവരെ പഠിപ്പിക്കുക, അവരൊക്കെ ഇൻക്ലൂഡ് ചെയ്യിക്കുന്ന അങ്ങനെ അവരിതിൽ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ്. ഇനി വേറൊരു ശൈലിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ നമുക്ക് ഉദാഹരണത്തിന് ഇപ്പോൾ അറബി ക്ലാസ് ഒക്കെ എടുത്ത് അറബിയിൽ നിന്ന് നമ്മൾ ഈ നെഹ്വിൽ വന്ന സാധനങ്ങളൊക്കെ അറബിയിൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അതിലിങ്ങനെ വരുമല്ലോ ഒരു സാധനങ്ങൾ. ഇപ്പോൾ കാന വഫാത്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു നെസ്സിൽ ഈ ഒരു കഥയിൽ ചിലപ്പോൾ കാന വന്നിട്ടുള്ള ജുംലകൾ അതിൽ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫീലിയായ ജുംലകൾ അതിൽ വന്നിട്ടുണ്ടാവും, ഇസ്മിയായ ജുംലകൾ വന്നിട്ടുണ്ടാവും, ഷർത്തിയായിട്ടുള്ള ജുംലകളൊക്കെ അതിൽ വന്നിട്ടുണ്ടാവും. അപ്പൊ അതിനൊക്കെ നമുക്ക് ഈ ഒരു നമ്മൾ പഠിച്ചു കഴിഞ്ഞ ആ ഒരു നെഹുവുമായിട്ട് ആ പാഠവുമായിട്ട് നമുക്ക് ബന്ധിപ്പിക്കാം. അങ്ങനെ ബന്ധിപ്പിച്ചിട്ട് അതിന് നമുക്ക് അവരോട് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇത് മുമ്പ് നിങ്ങൾ ശീലിച്ച ഒരു സാധനമാണല്ലോ എന്നുള്ള നിലയ്ക്ക് നമുക്ക് എന്താവും അതുപോലത്തെ ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരോട് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു വേർഡ് പറയുന്നു, നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഏതെങ്കിലും ഒരു വേർഡ് പറയുന്നു, അത് നമ്മൾ ഏതെങ്കിലും ഗ്രൂപ്പിൽ നിന്ന് ഏതെങ്കിലും ഒരാളെ സെലക്ട് ചെയ്യുന്നു, അയാൾ മുന്നോട്ട് വരുന്നു, അയാള് അതിനെ ആംഗ്യം കാണിക്കുന്നു, ആംഗ്യം കാണിച്ചിട്ടോ അല്ലെങ്കിൽ അതിന്റെ അർത്ഥം കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സംഗതികൾ അവിടെ കാണിക്കുന്നു. എന്നിട്ട് കുട്ടികൾ ആ വേർഡ് എന്താണെന്നുള്ളത് ഇങ്ങോട്ട് അറബിയിൽ എന്താവുന്നു തിരിച്ചു പറയുന്നു. അങ്ങനെ കുട്ടികളെ പരമാവധി നമ്മൾ എന്താ ഇന്ററാക്ട് ചെയ്യിക്കുക. അതേപടി തന്നെ നെഹ്വില് നമ്മൾ ഓരോ ജുംലകൾ ഇങ്ങനെ തെറ്റിച്ച് പറയുന്നു, കുട്ടികളെ കൊണ്ട് അതെന്താകുന്നു തിരുത്തിക്കുന്നു. നമ്മൾ കാനത്തിൽ ജാമിയാത്ത് ജമീലത്തുൻ എന്ന് പറയുന്നു. ആദ്യം ഇത് നമ്മൾ ആ ഒരു ശരിയായ ജുംലകൾ ഇങ്ങനെ പറഞ്ഞ് അവർക്ക് സംഗതി മനസ്സിലായതിനു ശേഷം പിന്നീട് കായിക പറഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ എന്താകുന്നു ഒരുപാട് നമ്മളുടെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരുപാട് തെറ്റിച്ച ജുംലകൾ നമ്മൾ അങ്ങനെ ഓരോ ഗ്രൂപ്പുകൾക്കും കൊടുക്കുന്നു. ആദ്യം ഏത് ഗ്രൂപ്പിൽ നിന്നാണോ ആൻസർ പറയുന്നത് അവർക്ക് എന്താകുന്നു എന്തെങ്കിലും പോയിന്റ് കൊടുക്കുന്നത്. അങ്ങനെ കുട്ടികളെ പരമാവധി എൻഗേജ് ചെയ്യിപ്പിക്കുക, ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഞങ്ങളിവിടെയൊക്കെ പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു വഴി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ഏതെങ്കിലും പുതിയൊരു ജുംലകൾ പറയുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് ഒരു ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിലോ ഉദാഹരണങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിലൊക്കെ ലക്ക ഹൽവ എന്ന് പറയും, യു വോണ്ട് എ സ്വീറ്റ്, എനിക്ക് അടുത്ത പ്രാവശ്യം എന്താകണം, അടുത്ത പീരീഡ് വരുമ്പോൾ എന്നോട് ചോദിച്ചു വാങ്ങണം ഒരു മുട്ടായി ഉണ്ടാക്കി. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ കാലം അങ്ങനത്തെ ആണല്ലോ, അപ്പൊ സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ കുട്ടികൾ കൂടുതൽ അതിൽ ഇൻവോൾവ് ആയിട്ട് മാറും. അപ്പോൾ അതിലൂടെ നമുക്ക് കുട്ടികളെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുകയും ചെയ്യാം. ടീച്ചേഴ്സിന്റെ റോള് വെറും ഒരു മെന്റേഴ്സ് ആയിട്ട് മാത്രം നിൽക്കുക എന്നുള്ളത് ആയിട്ട് ചുരുങ്ങുകയും ചെയ്യും. നമുക്ക് എളുപ്പമുള്ള പണിയാണ്. പിന്നെ കുട്ടികളെ ഇതിൽ എൻഗേജ് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ എന്താവുക അവരെ തന്നെ പഠിപ്പിക്കുന്ന ഒരു ശൈലിയിലേക്ക് മാറുന്നത്. അതാണ് ഈ ഒരു നഹ്വുൽ വദീഫി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ താലൂമു ബിൽ ഇക്തിശാഫ് എന്നൊക്കെ പറയുന്നത്. അത് പൂർണ്ണമായിട്ടും വിജയിക്കുന്നുണ്ട്. പിന്നെ പുതിയൊരു രീതിയിൽ വരുന്ന നമ്മളിപ്പോൾ നെഹ്വിന്റെ ഒരുപാട് ഭാഗങ്ങളൊക്കെ കുറച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു പുതിയൊരു ശൈലിയിൽ വരുന്ന ഈ അറബിയിൽ നമ്മൾ ഒരുപാട് സിൽസിലകൾ നമ്മൾ പറഞ്ഞു, സീരീസുകൾ. അപ്പൊ അതിൽ വ്യത്യസ്തമായ രീതികളിലൂടെയാണ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അതിലൊക്കെ വരുന്നത് നമ്മൾ ഈ നെഹ്വുൽ വാദിയിൽ പഠിപ്പിക്കുന്ന, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നെഹ്വുൽ വാദിയിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും വരുന്നില്ല. നമ്മളെ നെഹ്വുൽ വാദിന്റെ ഓർഡറും അല്ല അതിലുള്ളത്. ആദ്യം ഹുറൂഫുൽ ജറാണ് പഠിപ്പിക്കുന്നത്, പിന്നെ ജുംല ഇസ്മിയ പഠിപ്പിക്കുന്നത്, പിന്നെ ഫായില് പഠിപ്പിക്കുന്നത്, പിന്നെ മഫൂല് പഠിപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ പരിചയിക്കാത്ത ഒരു ഓർഡറുമാണ്. അപ്പോൾ അങ്ങനെ ആയിരിക്കണം ഒരാൾ ആദ്യം തുടങ്ങേണ്ടത് എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. നമ്മളിങ്ങനെ പരിചയിച്ച ആ ഒരു ശൈലിയിൽ അങ്ങനെ പോയി നമ്മൾ ആവശ്യമില്ലാത്തത് ഒരുപാട് പഠിക്കുന്നത്. അപ്പോൾ ജമ്മു തക്സീറുകളൊക്കെ നമ്മൾ ഒരുപാട് ഇങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അന്ന് ആ പഠിക്കുന്ന സമയത്ത് കാണാതെ പിന്നെ നമുക്ക് ജമ്മു തക്സീറുകളൊന്നും ഉപയോഗം വന്നിട്ടുണ്ടാവില്ല. അതിനെ മറിച്ച് മുദക്കർ സാലിമും മുഅന്നസ് സാലിമും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളായിരിക്കും. അപ്പോൾ കൂടുതൽ ജമ്മു മുദക്കർ സാലിമിലും മുഅന്നസ് സാലിമിലും ഒക്കെ ഫോക്കസ് ചെയ്യുന്നത് ജമ്മു തക്സീറിനെ നമ്മൾ
പാഠം ഒഴിവാക്കുന്നില്ല, അങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്നുള്ളത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. നമ്മൾ ഇതിലില്ലാത്ത വിഷയങ്ങളൊക്കെ നമ്മൾ പൂർണ്ണമായിട്ട് അവര് അതിൽ നിന്ന് അബോധവന്മാരാക്കണ്ട കുട്ടികളെ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സൂചന കൊടുക്കുകയൊക്കെ ചെയ്യാം. നെഹ്‌വിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു സാധനം കൂടി ഉണ്ട് എന്നുള്ളത് എന്താ പരിചയിപ്പിച്ചു കൊടുക്കാം. നമ്മൾ ഈ സിലബസിൽ പറഞ്ഞ സാധനങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് മാത്രം. അതുപോലെ പിന്നെ വരുന്നത് നമ്മളെ സർഫാണ്. സർഫ് അവര് മദ്രസയിലൊക്കെ പഠിച്ചു വന്ന ഒരാളുകൾ എന്നുള്ള നിലക്കായിരുന്നു നമ്മളതിനെ ഒഴിവാക്കാൻ ഉദ്ദേശിച്ചതും. അതുപോലെ തന്നെ പിന്നെ അറബിയുടെ ഒരു സിലബസ് വന്നതോടുകൂടെ അത് 3 കിതാബുകളൊക്കെ ഒരു ഹിസ്സയിൽ ഒരേ പീരീഡിൽ തന്നെ പഠിക്കുക എന്നുള്ള ഒരു ഭാരമാവോ എന്നുള്ളൊക്കെ നിലക്കാണ് നമ്മൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അറബിയിൽ നമുക്ക് കൂടുതൽ എക്സസൈസുകളൊന്നും നമുക്ക് ആഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഒരുപാട് എക്സസൈസുകൾ അതിൽ ആഡ് ചെയ്യാൻ വിചാരിച്ചിരുന്നു, പക്ഷെ ക്വസ്റ്റ്യൻ ആൻസറുകൾ മാത്രമാണ് നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോ അതില് നമുക്ക് ഇനിയും ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് തംബീനാത്തുകൾ ഉണ്ട്. അതൊക്കെ ഇൻഷാ അള്ളാ വരും വർഷങ്ങളിൽ നമുക്ക് ആഡ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റിയ ഒരുപാട് എക്സസൈസുകൾ ഉണ്ട്, നിങ്ങളുടെ ഐഡിയയിൽ തന്നെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് അതിൽ അവിടെ പ്രാക്ടിക്കൽ ആക്കി മാറ്റാൻ കഴിയും. ആ ഒരു പ്രാക്ടിക്കലിൽ തന്നെ നിങ്ങൾക്ക് ഓരോ പാഠം കഴിയുമ്പോൾ 1ാം ക്ലാസ്സിൽ വേണമെന്നുണ്ടെങ്കിൽ സൊർഫിന്റെ നിങ്ങൾ ആ ഒരു കിതാബിൽ ബേസ് ചെയ്തിട്ടല്ലാതെ തന്നെ നിങ്ങൾക്ക് എന്താകാം അവരെ സൊർഫാക്കാൻ പഠിപ്പിക്കാം. അതിനുള്ള ടൈം ഉണ്ടായിരിക്കും എന്നുള്ളത് തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം സിലബസ് അത്യാവശ്യം സിമ്പിൾ ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു പീരീഡിന്റെ ഇടയിലുള്ള ആ ഒരു പ്രാക്ടിക്കൽ സെഷനിൽ അല്ലെങ്കിൽ ഒരു ഇന്ററാക്ഷൻ സെഷനിലൊക്കെ ഇതൊക്കെ പഠിപ്പിക്കാം. അവര് ഫെയിലുകൾ 2 ആകുമ്പോൾ വരുന്ന മാറ്റങ്ങളും പിന്നെ അത് എപ്പോഴൊക്കെ നമുക്ക് സാഹചര്യം ഉണ്ടാക്കൽ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ അറബിയിൽ ഒരു നുസൂസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഹിവാർ എടുക്കുമ്പോൾ ഒരു കിസ് എടുക്കുമ്പോൾ ഇതിലിപ്പോ അലാനി എന്ന് വരികയാണ്, അല്ലെങ്കിൽ ദുറാനി വരികയാണ്, അല്ലെങ്കിൽ കുത്തുലാനി അല്ലെങ്കിൽ കുലാനി ഒക്കെ വരികയാണ്. അപ്പോൾ കുലു എന്നുള്ള ഫെയിൽ എങ്ങനെ കുലാനി ആയി എന്നുള്ളത് അവരിലേക്ക് ചിന്തിപ്പിക്കുക. നമ്മൾ അവർക്ക് ക്വസ്റ്റ്യൻ കൊടുക്കുക, അവരിൽ നിന്ന് തന്നെ നമ്മൾ ആൻസർ ഇങ്ങോട്ട് അവരോട് തന്നെ പറയിപ്പിക്കുക. ആ ഒരു ശൈലിയിലേക്ക് നമ്മൾ മാറുക. അപ്പോ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക, എന്നിട്ട് അവർക്ക് അത് വേണം, അതെന്താണ് എന്നുള്ളത് പഠിക്കാനുള്ള ഒരു ആവശ്യം അവരുടേതാക്കി മാറ്റുക. അവരുടെ ആവശ്യമാണ് ഇത് എന്താണ് പഠിക്കൽ എന്നുള്ളതാക്കി മാറ്റിയിട്ട് നമ്മൾ എന്താകുന്നു അതിനുള്ള ഉത്തരങ്ങൾ അവർക്ക് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ സർഫാക്കാൻ പഠിപ്പിക്കുന്നു. കുലൂന അങ്ങനെ പഠിപ്പിക്കുമ്പോൾ അവര് തന്നെ ആവശ്യപ്പെട്ട ഒരു സാധനമായതുകൊണ്ട് നമ്മൾ അവരെന്താവും കൂടുതൽ ഊർജത്തോടെ അത് കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. ഓക്കെ. അപ്പോ പിന്നെ നമ്മുടെ നഹ്വുകളൊക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഇതിലുള്ള ഉദാഹരണങ്ങൾ നമ്മൾ സ്വന്തമായിട്ടുള്ള ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞിട്ട് പൂർണ്ണമായിട്ടും നമ്മൾ കിതാബിലെ ഉദാഹരണങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ നമുക്ക് പറ്റൂലല്ലോ, അത് നമുക്ക് വായിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ ഉദാഹരണങ്ങളൊക്കെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ഉദാഹരണങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു PPT-യിലൊക്കെ കൊണ്ടുവരാം. PPT-യിൽ മാറ്റങ്ങൾ വരുന്നിടത്ത് വേറൊരു കളറൊക്കെ കൊടുക്കാം. ഈ കളർ ഗ്രേഡിങ് നല്ല കുട്ടികളെ മൈൻഡിനെ നല്ല ബാധിക്കും എന്നുള്ളതാണ്. പറയാനുള്ള കാരണം നമ്മളിപ്പോൾ പറഞ്ഞു ഒരുപാട് സിൽസിലകൾ പറഞ്ഞു, അറബി കിതാബുകളിലെ ഒരുപാട് രൂപങ്ങൾ നമ്മൾ പറഞ്ഞു. ആ രൂപങ്ങളിലൊക്കെ അവരുടെ കിതാബുകൾ ഇറങ്ങുന്നതൊക്കെ കളർഫുൾ ആയിട്ടാണ്, വെവ്വേറെ കളറുകളിലാണ്. കളർ ഗ്രേഡിങ്ങിന് ഒരു കളേഴ്സിന് നല്ലൊരു റോൾ ഉണ്ട് നമ്മുടെ മനസ്സിൽ അത് നിൽക്കുന്നതിന്. അപ്പോ നമ്മള് കാനൽ ബുസ്താനു ജമീലൻ എന്ന് പറയുന്നിടത്ത് ജമീലൻ എന്നുള്ളതിനും കാനക്കും വേറെ വേറെ കളർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് ഓൾറെഡി അത് ചിന്തിക്കും, എന്തുകൊണ്ട് അത് 2 കളറായി എന്നുള്ളത് അവരെന്നെ ചിന്തിക്കും, അവർ ചോദിക്കും ചെയ്യും. അപ്പൊ അവരോട് ഒരു ചോദ്യത്തിന് നമ്മൾ ആൻസർ ആയിട്ട് പറയുന്നു, അല്ലാതെ നമ്മൾ അങ്ങനെ ഒരു ലെക്ചറായിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു, അത് അവരിങ്ങനെ കേൾക്കുന്നു, അവരിങ്ങനെ പഠിക്കുന്നു. അവർ ശരിയിൽ നിന്ന് മാറ്റിയിട്ട് അവരിങ്ങോട്ട് ചോദിക്കുന്ന നമ്മൾ മറുപടി ആയിരുന്നു. ഒരു സംഭാഷണത്തിലൂടെ നമ്മൾ നഹ്വും അദബും ഒക്കെ പഠിക്കുകയാണ്. അതേമാതിരി നമ്മൾ മുമ്പ് പറഞ്ഞ മാതിരി എന്തെങ്കിലും പിക്ചറുകൾ കാണിച്ചു കൊടുക്കാം. പിക്ചറുകളെ കുറിച്ച് ഓരോട് ഓരോ വിശേഷണങ്ങൾ പറയാം, എന്നിട്ട് അതിൽ നിന്ന് ഓരോ ജുംലകൾ ഉണ്ടാക്കിക്കാം. അതിലൂടെ നമുക്ക് കാഴ്ചയിലേക്ക് എത്താം. പിന്നെ വേറൊന്ന് ഉള്ളത്, ഒരുപാട് കെലിമത്തുകൾ നമുക്ക് ടിവിയിലോ അല്ലെങ്കിൽ ബോർഡുമേലൊക്കെ എഴുതി കൊടുക്കാം. അപ്പോൾ ആദ്യം അൽ വലതു എന്ന് എഴുതാം, പിന്നെ ഇല സൂപ്പി എന്ന് എഴുതാം, പിന്നെ യദ്ഹബു എന്ന് എഴുതാം, പിന്നെ ഇന്ന എന്ന് എഴുതാം. അങ്ങനെ ഇതൊക്കെ ഓരോ ഡിസോർഡർ ആയിട്ട് അവിടെയും ഇവിടെയൊക്കെ എഴുതി വെക്കുക. എന്നിട്ട് കുട്ടികളോട് പറയാം, വേണമെന്നുണ്ടെങ്കിൽ അർത്ഥം അവർക്ക് വേണമെങ്കിൽ ടീച്ചേഴ്സിനോട് ചോദിക്കാം, കുട്ടികളോട് പറയാം, അതൊന്ന് ഓർഡർ ആക്കാൻ പറയാം. അപ്പൊ അവരതിനനുസരിച്ച് അത് ഇന്ന എടുക്കുന്നു, പിന്നെ വലത എടുക്കുന്നു, പിന്നെ യദ്ഹബു എടുക്കുന്നു, പിന്നെ ഇല സൂഖി എടുക്കുന്നു. അങ്ങനെ ഓർഡർ ആക്കി പറയുന്ന നമ്മൾ ആ ഗ്രൂപ്പ് വർക്കായിട്ട് കൊടുക്കുക. അപ്പോൾ പേഴ്സണൽ ആയിട്ട് വർക്ക് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ എഫക്റ്റീവ് ഗ്രൂപ്പ് വർക്ക് ആയതുകൊണ്ടാണ് നമ്മൾ ഗ്രൂപ്പാക്കി തിരിച്ചാൽ കൂടുതൽ അത് ഉപകാരം ഉണ്ട് എന്നുള്ളത് പറയാൻ കാരണം. അപ്പോൾ ആ ഗ്രൂപ്പുകൾക്ക് വർക്ക് കൊടുക്കുക. ഇത് ഏറ്റവും ആദ്യം ആര് ശരിയായ സെന്റൻസ് ആക്കുന്നു അവർക്ക് പോയിന്റ് കൊടുക്കുന്നു. അതുപോലെ നമ്മൾ
ഒരുപാട് തെറ്റിച്ച് ഒരുപാട് ജുംലകൾ കൊടുക്കുന്നത്. അത് അവരെന്നെ ചർച്ച ചെയ്തിട്ട് എന്താവുന്നു ശരിയാക്കുന്നു. ശരിയാക്കിയിട്ട് അതിനുള്ള കാരണം എന്താന്ന് അവരെന്നെ പറയുന്നു. എന്തായിരിക്കും അതിനുള്ള കാരണം? എന്താണ് അവിടെ അത് ചേർന്ന് വരാനുള്ള കാന ചേർന്ന് വന്നപ്പോൾ അവിടെ മാറ്റം വരാനുള്ള കാരണം എന്താണ്? അത് ഖബറിന് നസ്ബാണെന്നുള്ളത് പിന്നീട് എന്താകുന്നു അതിലൂടെ അവര് എന്താകുന്നു കായിക പഠിക്കുന്നു. അപ്പൊ ആദ്യം ഉദാഹരണങ്ങൾ പഠിക്കുന്നു, എന്നിട്ട് കായിക പഠിക്കുന്നു. ആ ഒരു ശൈലിയാണ് ഇപ്പൊ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പൂർണ്ണമായിട്ട് നമ്മളെ ഈ ഒരു ശൈലി ഇതിൽ അപ്ലൈ ചെയ്യാൻ കഴിയൂല. കാരണം നമുക്ക് ഒരു സെമസ്റ്ററിൽ വെറും 4 നെസ്സുകളൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ 4 നെഹ്വിന്റെ പാഠം കഴിഞ്ഞാലൊക്കെയാണ് ഒരു നെസ്സൊക്കെ വരുന്നത്. അപ്പൊ ഈ ഒരു മാസത്തിൽ നമ്മൾ ആദ്യം ഒന്നെങ്കിൽ നെസ്സ് പഠിപ്പിക്കുക, അല്ലെങ്കിൽ 2 നെഹ്വിന്റെ പാഠം കഴിഞ്ഞിട്ട് പിന്നെ ഒരു നെസ്സ് പഠിപ്പിക്കുക, അതിനുശേഷം വീണ്ടും നെഹ്വിന്റെ 2 പാഠങ്ങൾ പഠിപ്പിക്കുക. എന്നിട്ട് ആ നെസ്സുമായിട്ട് എപ്പോഴും ആ നെസ്സുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുക. നെസ്സിലെ ഓരോ ഉദാഹരണങ്ങളും നെസ്സിലെ ഓരോ വാക്കുകളൊക്കെ എന്താവുക ഈ ഒരു ഉദാഹരണങ്ങളിലേക്കും അവരുടെ സാഹചര്യങ്ങളിലേക്കൊക്കെ കൊണ്ടുവരിക. അപ്പോ ഇനി ഉസ്താദിന് എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ടീച്ചർക്ക് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആക്കിയിട്ട് ഉണ്ടാക്കി കൊണ്ടുപോവുകയൊക്കെ ചെയ്യാം. പേന അല്ലെങ്കിൽ മൊബൈലിൽ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ചെയ്തിട്ടോ അങ്ങനെ കൊണ്ടുപോയിട്ട് ആ ഒരു വെറൈറ്റി ഇങ്ങനെ നമ്മൾ ഒരു സാഹചര്യം ഉണ്ടാക്കുമല്ലോ. നമ്മൾ എന്തായാലും ക്ലാസ്സിൽ പോയിട്ട് ഡയറക്റ്റ് ആണ് ക്ലാസ് എടുക്കലായിരിക്കൂല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ കഥകളോ എന്തെങ്കിലുമൊക്കെ ഒരു നാട്ടുവർത്താനം എന്തെങ്കിലുമൊക്കെ പറയുന്ന ആളുകൾ തന്നെ ആയിരിക്കും നമ്മളെല്ലാവരും. അപ്പോൾ പറയുന്ന സമയത്ത് അവരറിയാതെ തന്നെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വേർഡുകളൊക്കെ അല്ലെങ്കിൽ ഉദാഹരണങ്ങളൊക്കെ ആ ഒരു വർത്താനത്തിൽ അങ്ങനെ ഒരു പോലും അറിയാതെ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു പോലും അറിയാതെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോ നമ്മളിന്ന് ചെമ്മാട് പോയപ്പോ ഒരു ബസ് പോകുന്നുണ്ടായിരുന്നു. നല്ല മഞ്ഞ കളറിലായിരുന്നു. ഒരു ചെറിയ കുട്ടികൾക്കുള്ള ഉദാഹരണമാട്ടെ. നിങ്ങൾക്ക് ഈ നിങ്ങളുടേതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് എന്താകാം ഉദാഹരണങ്ങളൊക്കെ മാറ്റാം. അങ്ങനെ ബസ് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതിങ്ങനെ ബസ് കാനത്തിൽ ഹാഫിലത്തു ദാഹിബത്തൻ ഉണ്ടാവുക. അതിങ്ങനെ ജസ്റ്റ് പറയുന്നു, ജസ്റ്റ് ഒന്ന് അറബി പറയുന്നു. അതിനൊപ്പം തന്നെ നമ്മളിങ്ങനെ അടി കൂടെ ഇങ്ങനെ അറബി ഇങ്ങനെ കയറ്റി കൊടുക്കുക. ചെറിയ നിലയ്ക്ക് അറബി ഇങ്ങനെ കയറ്റി കൊടുക്കുക. അപ്പൊ അതിലൂടെ നമുക്കും അറബി പറയാനുള്ള ഒരു കോൺഫിഡൻസ് കൂടുന്നുണ്ട്. കുട്ടികൾക്ക് അത് കേൾക്കുന്നതോട് കൂടെ അവർക്ക് അറബിയൊക്കെ മനസ്സിലാവുന്നുണ്ട്. അറബി പറയുമ്പോൾ അറബി ഭാഷയിൽ മാത്രം പറഞ്ഞാലും അത് തിരിയുന്നുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്കും കിട്ടുകയാണ്. അപ്പൊ ഈ ഒരു കോൺഫിഡൻസ് ഒക്കെ കൊടുത്ത ഒരാള് എന്നുള്ള നിലയ്ക്ക് നമുക്കും ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കും അതിനുള്ളൊരു ക്രെഡിറ്റ് വരുന്നുണ്ട്. അപ്പോ ഫസ്റ്റ് നമ്മള് കുട്ടികൾക്ക് അറബി അത് ഒരു പേടിക്കേണ്ട ഒരു വിഷയമല്ല, അല്ലെങ്കിൽ ഇതിങ്ങനെ കാണാതെ പഠിക്കേണ്ട ഒരു വിഷയമല്ല എന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മളാണ്. അവരുടെ ഒരു ആവശ്യമാക്കിയിട്ട് മാറ്റണം അതിനെ. അവരുടെ സാഹചര്യത്തിൽ നിന്ന് തന്നെ ഉദാഹരണങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പിന്നെ നമ്മള് ഹോംവർക്കുകളൊക്കെ കൊടുക്കുന്നുണ്ടാവും. അപ്പോ തംരീനാത്തുകളൊക്കെ നെഹ്വിലെ തംരീനാത്തുകളൊക്കെ എന്ന് പറഞ്ഞാല് ഉള്ളൊരു പഴയ മോഡൽ തംരീനാത്തുകളായിരിക്കാം. ജുംല ഉണ്ടാക്കുമ്പോൾ അതില് മുബ്തദ മാരിഫ് ആയിരിക്കണം, ഖബർ നക്കിർ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ 5 ജുംല ഉണ്ടാക്കുക, 6 ജുംല ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ഓരോ ജുംലകളായിരിക്കും. അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ തംരീനാത്തുകളൊക്കെ മാറ്റാം. തംരീനാത്തുകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൊടുക്കാം. അത് ആ ഒരു വിഷയത്തിൽ അങ്ങനത്തെ 2 ജുംലകൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ജുംല ഉണ്ടാക്കുക. എന്നിട്ട് നമ്മൾ എക്സ്ട്രാ തംരീനാത്തുകൾ കൊടുക്കുന്നു. അപ്പോ നമ്മൾ ഈ നേരത്തെ പറഞ്ഞിരുന്ന ക്ലാസ്സിൽ വർക്കുകളായിട്ട് കൊടുത്തിരുന്ന ഒരുപാട് ജുംലകൾ തെറ്റിച്ച് പറയുന്നത്, ആ ജുംലകളെ ശരിയാക്കി കൊണ്ടുവരിക. അങ്ങനെ ആവാനുള്ള കാരണം എന്താണ് ഇത് എഴുതുക. അത് ഒന്നുകിൽ ക്ലാസ്സിൽ നിന്ന് തന്നെ എഴുതുക, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഹോംവർക്ക് ആയിട്ട് കൊടുക്കുക. ഇങ്ങനെ അപ്പോ ഈ തെറ്റ് ഇങ്ങനെ ശരിയാക്കി അവരെന്നെ തെറ്റുകൾ ശരിയാക്കി പിന്നീട് അവരൊരു തെറ്റ് എഴുതാൻ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ തെറ്റ് പറയാൻ നിൽക്കുമ്പോൾ അവർക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി അത് ശരിയായിട്ട് വരും. കാരണം അവരെന്നെ ഇത് തെറ്റിനെ തിരുത്തി ശീലിച്ചതാണ്. ഇത് ഈ എക്സസൈസുകളൊക്കെ ഈ മോഡൽ എക്സസൈസുകളൊക്കെ അറബിയ ബൈന യദൈക് എന്ന് പറഞ്ഞ നെഹ്വും അദബും കൂടി പഠിപ്പിക്കുന്ന ഒരു സിൽസിലാണ്, ഒരു സീരീസാണ്. ആ സീരീസിൽ വന്ന് വിജയിച്ച മോഡലുകളാണ് ഇതൊക്കെ. അവർ ഈ കായികകളൊക്കെ പഠിപ്പിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. അതുപോലെ ഒരു കാനാഫാത്തൊക്കെ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ കാനയും കൊടുത്തിട്ടുണ്ടാവും, അതിന്റെ ഇസ്മും കൊടുത്തിട്ടുണ്ടാവും. ആ ഖബർ പിന്നെ അവര് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അവര് കണ്ടെത്തിയിട്ട് അവര് അതിനോട് യോജിച്ചൊരു ഖബറിന് അവർ ആഡ് ചെയ്യുന്നു. അപ്പോൾ മുബ്തദവും കാനന്റെ ഇസ്മിനെയും കൊടുത്തു, കാനയും കൊടുത്തു. ഇനി ഖബർ വരുമ്പോഴാണല്ലോ മാറ്റം വരുന്നത്. അപ്പൊ മാറ്റം വരുന്ന ഭാഗത്ത് അങ്ങനെ ഒരു 4-5 ജുംലകൾ നമ്മൾ എന്താവും ഓൾറെഡി പ്രീ പ്ലാൻഡ് ആയിട്ട് നമ്മളവിടെ കൊടുക്കുന്നത്. നിങ്ങളിങ്ങനെ ഉണ്ടാക്കുന്ന ഈ ജുംലകളൊക്കെ ഓരോ ഭാഗത്തും നിങ്ങൾ തയ്യാറാക്കുന്ന ഈ തംരീനാത്തുകളൊക്കെ നിങ്ങൾ ഒരു റെക്കോർഡ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഉപകരിക്കുകയും ചെയ്യും. പിന്നീട് വരുന്ന വർഷങ്ങളിലൊക്കെ അത് ഉപയോഗിക്കുകയും ചെയ്യാം. ഒരു ആദ്യത്തെ ഒരു ഫസ്റ്റ് വർഷം മാത്രമേ നമുക്ക് കുറച്ച് മെനക്കെടേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള വർഷങ്ങളിലൊക്കെ നമ്മൾ എന്താവുന്നു അതിങ്ങനെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ ഉദാഹരണങ്ങൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നു. കാലത്തിനനുസരിച്ച് അവരുടെ സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് ഉദാഹരണങ്ങളിൽ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നതെന്ന് മാത്രം. പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അത് കാനയും ഉണ്ടാവും, ഖബറും ഉണ്ടാവും. പിന്നെ അതിന്റെ ഇസ്മായിരിക്കും ചേർത്ത് കൊടുക്കേണ്ടി വരിക. പിന്നെ അവിടെ ഇസ്മും ഉണ്ടാവും, ഖബറും ഉണ്ടായിരിക്കും. പിന്നെ കാന വഹ്വാത്ത് അതിന്റെ ഏതെങ്കിലും വഹ്വാത്തുകൾ ചേർത്ത് കൊടുക്കുക. അങ്ങനെ അവരെ കൊണ്ട്
എഴുതിയിട്ടും അവരെന്നെ പരിചയിച്ച് എന്താകുന്നു, ആ കാനയെയും കാനന്റെ അസ്വാത്തിനെയൊക്കെ പരിചയപ്പെടുന്നു എന്നുള്ളതാണ് ഈ ഒരു ശൈലി. അപ്പൊ നേരെ മറിച്ച് നമ്മുടെ ഈ ഒരു നെഹ്വിന്റെ ഒരു തംബീനാത്തുകളുടെ ഒക്കെ ശൈലിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എഴുതിയിട്ട് അവർക്ക് ഈ സംഗതികളൊക്കെ പഠിയോ എന്നുള്ളത് സംശയമാണ്. ഇതിൽ കുറെ ഇറാബ് തംബീനും ഇറാബും ആ ഇറാബ് ഇങ്ങനെ കാണാതെ പഠിക്കുന്നു. പിന്നെ കുറെ ജുംലകള് മുഴുവനായിട്ട് അവരെന്നെ ഇങ്ങനെ എഴുതുന്നു. തീരെ ഒരു ഹെൽപ്പ് ഒന്നും ഇല്ലാതെ അവരെന്നെ ഇങ്ങനെ ഫുള്ളായിട്ടാണ് ഉണ്ടാക്കുക. അപ്പൊ അത് ഒരുപാട് തെറ്റുകൾ വരും. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഒരു ശൈലിയിലും മിസ്റ്റേക്കുകളൊക്കെ വരും. മിസ്റ്റേക്കുകൾ തീരെ വരാതെ ഫസ്റ്റ് തന്നെ ഒരു ഫുള്ളായിട്ട് സെറ്റായിട്ട് അവർ പഠിക്കും നമുക്ക് പറയാൻ കഴിയൂല. മിസ്റ്റേക്കുകൾ വരും. മിസ്റ്റേക്കുകൾ നമ്മളിങ്ങനെ തിരുത്തുന്നത്, വീണ്ടും പുതിയ ജുംലകൾ കൊടുക്കുന്നു, ഒരു വീണ്ടും തിരുത്തി വരുന്നു. പിന്നെ അവർക്ക് തന്നെ പരസ്പരം ഗ്രൂപ്പുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിന്റെ ഉദാഹരണങ്ങൾ മറ്റു ഗ്രൂപ്പിന് എന്താവും ചെക്ക് ചെയ്യാൻ കൊടുക്കാം. മറ്റേ ഗ്രൂപ്പിന്റെ ഉദാഹരണങ്ങൾ ഈ ഗ്രൂപ്പിനും ചെക്ക് ചെയ്യാൻ കൊടുക്കാം. അങ്ങനെ ഗ്രൂപ്പ് വർക്കിൽ നല്ലോണം എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. കാരണം സ്വന്തത്തിന് പോയിന്റ് കിട്ടുക എന്നുള്ളത് കൊണ്ട് തന്നെ അവര് മറ്റുള്ളവരുടെ മിസ്റ്റേക്കുകൾ പരമാവധി കണ്ടുപിടിക്കാൻ ശ്രമിക്കും. അപ്പോൾ അതിൽ നിന്ന് തന്നെ അവർക്ക് അവരുടെ മിസ്റ്റേക്കുകൾ മനസ്സിലാവും. ഇതൊരു മിസ്റ്റേക്ക് ആണ് എന്നുള്ളത് മനസ്സിലാക്കാനും അവർക്ക് അതിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ കുട്ടികളെ പരമാവധി ഇന്ററാക്റ്റീവ് ആക്കുക എന്നുള്ളതാണ് നെഹ്വിന്റെ വിഷയത്തിൽ പറയാൻ. പിന്നെ ഈ നെസ്സുകൾ എടുക്കുമ്പോൾ നമ്മൾ നുസൂസൻ അദബിയ പറഞ്ഞല്ലോ, ആ ഒരു കിതാബ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ അറബി ആണല്ലോ, അറബി പഠിക്കുക, അറബി ഭാഷയെ പരിചയപ്പെടുക, അറബിയിൽ കുറെ പ്രദാത്തുകൾ കിട്ടുക എന്നൊക്കെയുള്ള ഒരു ലക്ഷ്യത്തോടാണല്ലോ നമ്മളത് പറഞ്ഞത്. കാരണം ഒരുപാട് വിഷയങ്ങൾ അറബിയിൽ വരുന്നുണ്ട്. അപ്പൊ അറബി പഠിക്കാൻ വേറെ അവസരങ്ങളൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു അറബി കിതാബ് ആഡ് ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തിലായിരുന്നു നമ്മളൊരു നുസൂസൻ അദബിയ ചെറുമട്ടത്തിൽ നമ്മൾ ആഡ് ചെയ്തത്. അപ്പോ അത് നമ്മൾ പഠിപ്പിക്കുമ്പോൾ ആദ്യം ഇവിടെയും നമ്മൾ കുട്ടികൾക്ക് റോൾ കൊടുക്കണം. കുട്ടികളോട് എല്ലാവരോടും ആദ്യം അതൊന്ന് ഇരുന്ന് വായിക്കാൻ പറയണം. വായിക്കാൻ പറഞ്ഞിട്ട് അതില് അവർക്ക് തിരിയാത്ത പുതിയതായിട്ടുള്ള വേർഡുകൾ ഉണ്ടാവും. നമ്മൾ ഇത് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരട്ടം വായിച്ചിട്ട് അതിൽ കുട്ടികൾക്ക് അറിയാൻ സാധ്യതയില്ല എന്ന് തോന്നുന്ന വേർഡുകളൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ആ വേർഡുകളൊക്കെ നമ്മൾ പറഞ്ഞ മാതിരി നമ്മൾ ആദ്യം അവരോട് പറയുന്ന സംസാരങ്ങളുണ്ടല്ലോ, ക്ലാസ്സിലേക്ക് തന്നെ കയറി ചെല്ലുമ്പോൾ തന്നെയുള്ള കുറച്ച് ഇന്ററാക്ഷൻ സെഷനിലൊക്കെ കുറച്ച് സാധാ നാട്ടു വർത്താനങ്ങളൊക്കെ പറയല്ലോ. ആ വർത്താനങ്ങളിൽ ഈ വേർഡുകളുടെ അർത്ഥങ്ങളും ഈ വേർഡുകൾ ആണെന്നുണ്ടെങ്കിൽ അറബിയിലാണ് സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ പരമാവധി അറബിയിൽ സംസാരിക്കാൻ ശ്രമിക്കുക. 70% ആ ഒരു വേർഡുകളെ നമ്മളെന്താവുക ഉള്ളിലൂടെ അവരറിയാതെ തന്നെ അവരുടെ ഉള്ളിലേക്ക് എന്താവുക വേർഡ് എത്തിപ്പിക്കുക. അത് പ്രാക്ടിക്കലി വിജയിച്ചതുകൊണ്ട് മാത്രം പറയുന്നു, എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് മാത്രം അത് നമുക്ക് ഷെയർ ചെയ്യുന്നത് മാത്രം വിജയിക്കുന്നുണ്ട്. പിന്നീട് ആ ഒരു നമ്മൾ ആദ്യം ഇന്ററാക്ഷൻ സെഷനിൽ ഈ വേർഡുകളൊക്കെ അവർ പരിചയിച്ചു. പിന്നീട് നമ്മൾ ആ ഒരു നുസൂസ്, ആ ഒരു കഥ വായിക്കുമ്പോൾ അല്ലെങ്കിൽ അറബിയിലെ പാഠം വായിക്കുമ്പോൾ നമുക്ക് എടുക്കാനും വളരെ എളുപ്പം. കാരണം ഈ വേർഡുകളൊക്കെ ഒരു കുട്ടികൾ ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞു. ഇനി അവിടെ പ്രയാസമല്ലേ. മറ്റേത് നമ്മൾ ഇങ്ങനെ വായിച്ചു പോകുന്നു, ഇടയിൽ അവർക്ക് അറിയാത്തൊരു അർത്ഥത്തും നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു, പിന്നെ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നു, അർത്ഥം എഴുതി കൊടുക്കുന്നു. പിന്നെ അപ്പോത്തിന് മുമ്പത്തെ കണക്ഷൻ പോയിട്ടുണ്ടാവും. പിന്നെ അർത്ഥം പറഞ്ഞിട്ട് പിന്നെ അവിടുന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ മുമ്പത്തേന്ന് ബന്ധം പോയി. അവർക്ക് എന്താണ് ഈ ഭാഷയിൽ പറയുന്നത്, ആ കഥയിൽ തന്നെ എന്താ പറയുന്നത് എന്നുള്ളത് തന്നെ ചിലപ്പോൾ പൂർണ്ണമായിട്ട് കിട്ടിക്കോണമെന്നില്ല. ഫസ്റ്റ് അവരറിയാത്ത വേർഡുകളൊക്കെ അവരെന്താകുന്നത് പരിചയപ്പെടുന്നു. അഥവാ അവര് അറബി അറിയുന്നവരായിട്ടാണ് അവർ അറബി പഠിക്കുന്നത് എന്നുള്ള നിലയ്ക്ക് അവരെ മാറ്റുക. അപ്പോൾ അവരോട് ആദ്യം ടെക്സ്റ്റ് ഫുൾ അറബിയിൽ തന്നെ ആ ടെക്സ്റ്റ് വായിക്കാൻ അവർക്ക് ഒരു 5 മിനിറ്റോ 2 മിനിറ്റോ 3 മിനിറ്റോ സമയം കൊടുക്കുക. അവർ വായിക്കുമ്പോൾ തന്നെ അവർ പുതുതായിട്ട് അറിയാത്ത ഒരുപാട് വേർഡുകൾ ഉണ്ടാവുമല്ലോ, ആ വേർഡുകളിലൊക്കെ അവർക്ക് അണ്ടർലൈൻ ചെയ്യാം, അല്ലെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കാം. അങ്ങനെ നോട്ട് ചെയ്ത് വെച്ച് പിന്നെ നമ്മളിങ്ങനെ പറയുമ്പോൾ നമ്മൾ പിന്നീട് എന്താക്കുന്നു, നമ്മൾ ഒരു ഇന്ററാക്ഷൻ സെഷനിലൂടെ എന്താക്കുന്നത് ആദ്യം അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് വേർഡുകൾ പിന്നെ അറിയാത്ത വേർഡുകളായിട്ട് കണ്ടുപിടിക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പൊ അവരിങ്ങനെ വായിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ വേർഡുകളൊക്കെ അതിൽ കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ ഒരു ചിരിയൊക്കെ വരും. ഇതൊക്കെ ക്ലാസ് ആയിരുന്നു അല്ലേ ഉള്ള നിലയ്ക്ക് എന്താവും, നമ്മൾ അവരറിയാതെ തന്നെ നമ്മൾ ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അറിയാത്തതായിട്ട് ഉണ്ടാവില്ല, എന്നാലും അവർ അണ്ടർലൈൻ ചെയ്യും. അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഒരു അണ്ടർലൈൻ ചെയ്ത വേർഡുകളെങ്കിലും ഓരോ കണ്ണിൽ പെടും. ആ വേർഡുകളെങ്കിലും അവരെന്താവും ശ്രദ്ധിക്കും, അത് അവര് പഠിക്കും. അപ്പൊ അണ്ടർലൈൻ ചെയ്തു എന്നുള്ളത് കൊണ്ട് അവർ ആ വേർഡിനെ പ്രത്യേകം നോട്ട് ചെയ്യുന്നു. അവർക്ക് അറിയാത്തൊരു വേർഡായിരുന്നു, അതുകൊണ്ട് തന്നെ അതിനെ പ്രത്യേകം നോട്ട് ചെയ്യുന്നു. ആ ഭാഗത്ത് നമ്മൾ വിശദീകരിക്കുമ്പോൾ കൂടുതൽ അവരതിനെ മനസ്സിലാക്കുന്നു. അങ്ങനെ അവർ അറിയാതെ തന്നെ അവരിലേക്ക് ആ വേർഡ് അവരുടെ ഉള്ളിലേക്ക് എത്തുന്നു. പിന്നെ ആ വേർഡ് അവർ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ക്ലാസ്സിന് വരുമ്പോൾ നമ്മൾ ഈ പഴയ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച വേർഡുകളൊക്കെ ഒന്നുകൂടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മുടെ ഭാഷകളിലൂടെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നു. ഇപ്പോൾ കൂടുതൽ നമ്മൾ അറബിയിൽ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് തഫല്ലൽ. തഫല്ലൽ എന്ന് ഒരുപാട് ഇതിന് പറയാം. അപ്പൊ ഇരിക്കാനാണെന്നുണ്ടെങ്കിൽ തഫല്ലൽ എന്ന് പറയാം, നിൽക്കാനാണെന്നുണ്ടെങ്കിൽ തഫല്ലൽ എന്ന് പറയാം. അല്ല ഇനി ആരെങ്കിലും പുറത്തേക്ക് പോകാൻ വേണ്ടി സമ്മതം ചോദിക്കാം തഫല്ലൽ എന്ന് പറയാം, ഉള്ളിലേക്ക് കയറാൻ സമ്മതം ചോദിക്കാം തഫല്ലൽ.
അങ്ങനെ എവിടെയും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വേർഡാണ് ഈ തഫല്ലൽ. അപ്പൊ നമുക്ക് പരമാവധി ഈ തഫല്ലലെങ്കിലും കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്ത് അവർക്ക് അറബി പറയാൻ കഴിയും എന്നുള്ള ഒരു കോൺഫിഡൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ തഫല്ലൽ എന്നുള്ള ഒരു വേർഡെങ്കിലും പരിശീലിച്ചാൽ മതി. എന്തിനും ഏതിനും തഫല്ലൽ എന്ന് പറയാം. വെള്ളം കുടിക്കാൻ ചോദിച്ചാൽ തഫല്ലൽ, വെള്ളം കുടിക്കട്ടെ എന്ന് അല്ല വെള്ളം കൊണ്ടുവരട്ടെ അല്ല എന്തെങ്കിലും എന്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മറുപടി ആയിട്ട് തഫല്ലൽ, ഇജ്ലിസു എന്നുള്ള തഫല്ലലു, തഫല്ലലു ബിൽ ജുലൂസ്, തഫല്ലലു ബിൽ ഖിയാം എന്തുപയോഗിക്കാം. അപ്പോൾ വേർഡുകളൊക്കെ പരമാവധി നമ്മൾ ഇങ്ങനത്തെ ഡെയിലി യൂസേജുകളൊക്കെ നമ്മൾ അറബിയിലേക്ക് മാറ്റുക. അതിലൂടെ അവര് അറിയാതെ തന്നെ അവരതിങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങും. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇവിടെയൊക്കെ ഇപ്പോൾ നമ്മളിങ്ങനെ അറബിയിൽ പറഞ്ഞ് നമ്മളെ കാണുമ്പോൾ പിന്നെ അവർ ഓട്ടോമാറ്റിക് അവരിങ്ങനെ അറബിയിൽ നമ്മളോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടേ ശ്രമിക്കുള്ളൂ. ഇതിന് ആദ്യം നമ്മളൊന്ന് കോൺഫിഡന്റ് ആയി മാറുക. അപ്പോൾ ഇതിലൂടെ നമുക്കും കൂടി കിട്ടിയൊരു ഉപകാരം എന്ന് പറഞ്ഞാൽ നമുക്കും കുറച്ച് കോൺഫിഡന്റ് ആവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അറബി സംസാരിക്കാനൊക്കെ നമുക്കും തെറ്റുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് നമ്മളിങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നമ്മളിങ്ങനെ തിരുത്തിക്കൊണ്ട് വരുന്നു. പിന്നീട് നമ്മൾക്കും കോൺഫിഡന്റ് ആവുന്നു, നമ്മളോടൊപ്പം തന്നെ കുട്ടികളും കോൺഫിഡന്റ് ആവുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഈ ഒരു രീതിയിൽ ആണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. പിന്നെ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടേതായിട്ടുള്ള പുതിയ രീതികളൊക്കെ ഉണ്ടാവും, അങ്ങനെ എഫക്റ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഒരു നെഹ്വുൽ വദീഫി എന്തായാലും അതിനെ നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. കാരണം കോണ്ടെക്സ്റ്റൽ ഗ്രാമർ എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ശൈലി. പറഞ്ഞ സാഹചര്യങ്ങളിൽ നിന്ന് ഭാഷയെയും അതുപോലെ തന്നെ അതിൻ്റെ നിയമങ്ങളെയും പഠിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. കാരണം അറബിയിൽ പറയപ്പെടാറുണ്ട്, ഇതാ അഹബ്ബ ത്വാലിബു ലുഗതക ഫഖദ് അഹബ്ബക വഇദാ അഹബ്ബക ഫഖദ് തഅല്ലമ മിൻക കുല്ല ഷൈ. ഒരാൾ നിന്റെ ഭാഷയെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അയാൾ നിന്നെയും ഇഷ്ടപ്പെടും. നിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിന്റെ നീ പറയുന്ന എല്ലാ കാര്യങ്ങളും അവർ പഠിക്കുകയും ചെയ്യും. അപ്പൊ ആദ്യം നമ്മൾ നമ്മുടെ ഭാഷയെ ഉഷാറാക്കിയിട്ട് മെല്ലെ മെല്ലെ അത് നമ്മളിങ്ങനെ ക്ലാസ്സിലേക്ക് പ്രാക്ടിക്കലാക്കി കൊണ്ടുവരുന്നു. അങ്ങനെ ഒരു ക്ലാസ്സിൽ നമ്മളൊരു അറബി അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെ ആ ഒരു അറബി പീരീഡെങ്കിലും അവര് അറബി സംസാരിക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ ഓരോരുത്തർക്ക് ഒരു 1, 2 M2 ഒക്കെ കഴിഞ്ഞ് M2 തന്നെ നമുക്ക് ഇങ്ങനെ തുടങ്ങാം, M1 തന്നെ തുടങ്ങാം എന്നുള്ളതാണ്. ഈ ഹിവാറുകളൊക്കെ ആണല്ലോ ഉള്ളത്. ഹിവാറുകളൊക്കെ എന്ന് പറഞ്ഞാൽ കോൺവെർസേഷനുകൾ അവരെ കൊണ്ട് 2 ആളുകളെ ഓരോ ഗ്രൂപ്പുകളാക്കിയിട്ട് അവരെ കൊണ്ട് തന്നെ എങ്ങനെ എന്താവാം, ഓരോ പീരീഡ് ഒരു 5 ഗ്രൂപ്പുകളെ 10 ആളുകളെ ഒരു പീരീഡ്, 20 ആളുകൾ ഒരു പീരീഡ്, അങ്ങനെ 2 ഗ്രൂപ്പുകളൊക്കെ ആക്കിയിട്ട് ഓരോ മൂലക്ക് പോയിട്ട് അവരോട് ഇങ്ങനെ അവര് പഠിച്ചത് എന്താവാ ഓരോ റോള് കൊടുക്കുക അവർക്ക്. ഈ ഹിവാറിൽ ഉള്ള ഒരു ഖാലിദും ഒരു ഹാമിദും ആണെന്നുണ്ടെങ്കിൽ ഖാലിദിന്റെ റോൾ ഒരാൾക്ക് കൊടുക്കുക, ഹാമിദിന്റെ റോള് വേറെ ഒരാൾക്ക് കൊടുക്കുന്നു. എന്നിട്ട് അതിൽ പറഞ്ഞ ഹിവാർ ഉണ്ടല്ലോ, അവർ പഠിച്ച ഹിവാർ അങ്ങോട്ടും ഇങ്ങോട്ടും റോള് മാറ്റിയിട്ട് അവരോട് തന്നെ പരസ്പരം സംസാരിക്കാൻ പറയാം. അവർക്ക് തന്നെ കോൺഫിഡൻസ് കിട്ടും. അവരങ്ങനെ പറയുന്നു. പിന്നെ അടുത്ത ആളെ മാറ്റി കൊടുക്കുക, വേറെ ആൾ വരുന്നു, അയാളുമായിട്ട് ഇയാൾ ഹാമിദാവുന്നു, മറ്റാൾ ഖാലിദാവുന്നു. അടുത്ത ഒരു റൗണ്ടിൽ ആദ്യത്തെ ഹാമിദ് ഖാലിദാവുന്നു, ഖാലിദ് ഹാമിദാകുന്നു. അങ്ങനെ റോളും എക്സ്ചേഞ്ച് ചെയ്തിട്ട് അവരിങ്ങനെ പഠിപ്പിക്കുന്നു. അങ്ങനെ അവരെന്നെ പരസ്പരം പറഞ്ഞ് ഹിവാർ പഠിക്കുകയാണ് വേണ്ടത്. ആ ഒരു രീതിയിലാണ് ഹിവാർ പഠിപ്പിക്കേണ്ടത്. M1 ഹിവാർ അവർക്ക് റോള് കൊടുത്തിട്ട് തന്നെ പഠിപ്പിക്കണം. M1 ഹിവാറും നമ്മൾ പറഞ്ഞ മാതിരി തന്നെ ആദ്യം അവർ കൊണ്ട് തന്നെ ഒരു വട്ടം വായിപ്പിക്കണം, വേർഡുകൾ അണ്ടർലൈൻ ചെയ്യാൻ പറയണം. എന്നിട്ട് നമ്മൾ ഹിവാറിൽ നമ്മളൊരു റോൾ എടുക്കുക, നമ്മൾ ഖാലിദാകുന്നു, നമ്മൾ ഖാലിദിന്റെ റോള് മാത്രം വായിക്കുന്നു, ഹാമിദിന്റെ റോള് കുട്ടികളെല്ലാവരും ഒരുമിച്ച് വായിക്കുന്നു. സെക്കൻഡ് റൗണ്ടിൽ കുട്ടികളെല്ലാവരും ഖാലിദിന്റെ റോൾ എടുക്കുന്നു, നമ്മൾ ഹാമിദിന്റെ റോൾ എടുക്കുന്നു, കുട്ടികൾ ആദ്യം വായിക്കുന്നു, നമ്മളതിന്റെ മറുപടി വായിക്കുന്നു, നമ്മൾ മറുപടി പറയുന്നു. അങ്ങനെ അതിങ്ങനെ പറഞ്ഞിട്ട് തന്നെ അവരെന്താകണം, മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ ഈ ഹിവാറുകളൊക്കെയാണ് അപ്പൊ സിമ്പിൾ അറബി ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ മലയാളം ഒന്നും ഉപയോഗിക്കേണ്ടി വരില്ല. അപ്പൊ M1 തന്നെ നമ്മൾ അറബിയിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്റ്റെപ്പ് വെച്ച് കയറി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു M2 നിന്നൊക്കെ ഉഷാറായിട്ട് തന്നെ നമുക്ക് നെസ്സുകളും കഥകളൊക്കെ അറബിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ കഴിയും. ചെറിയ അവർക്ക് പരിചയിച്ച വേർഡുകൾ വെച്ചിട്ട് തന്നെ അവർക്ക് എന്താ അർത്ഥം പറഞ്ഞു കൊടുക്കാം. ഈ അർത്ഥം പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അറബി തന്നെ എളുപ്പമുള്ള വേർഡുകൾ, അവർക്ക് മനസ്സിലാകുന്ന വേർഡുകളൊക്കെ കൂട്ടി വെച്ചിട്ട് എന്താവും പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യാം. ഇപ്പൊ ഹിവാറുകളൊക്കെ കാണാതെ പഠിപ്പിച്ച് അതെന്താക്കാം അവരെ കൊണ്ട് ഇങ്ങനെ പ്രാക്ടിക്കലാക്കി ചെയ്യിപ്പിക്കാം. പിന്നെ ഹിവാറിലുള്ള ഓരോ ക്വസ്റ്റ്യനുകൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ഫസ്റ്റ് തഹിയത്തു താറുഫാണ് ഫസ്റ്റ് തുടങ്ങുന്നത്. അപ്പൊ അതിൽ എങ്ങനെ ഒരാളെ പരിചയപ്പെടാം, എങ്ങനെ മീഡിയ കൈഫൽ ഹാൽ ഒക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ വരുന്ന വേർഡുകൾ അല്ലെങ്കിൽ ഓഴത്തിലയെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ കൈഫൽ ഓഴത്തില, അയ്യോ ഹിദ്മ, അങ്ങനത്തെ ഓരോ സാധനങ്ങൾ, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു, അയ്യോ ഹിദ്മ. ഈ ഒരു സാധനങ്ങളൊക്കെ നമുക്ക് ഡെയിലി M1
M2 കൊണ്ടുപോയിട്ട് ഇങ്ങനെ ചോദിക്കാം. എവിടെ അറബി എടുക്കുന്നിടത്തൊക്കെ നമുക്ക് അവർ പഠിച്ച സാധനങ്ങൾ അവരോട് തന്നെ ഇങ്ങനെ ചോദിക്കുന്നു. അപ്പൊ അവര് അതിൽ പഠിച്ചിരുന്ന മറുപടി എന്താകുന്നു, അവരിങ്ങനെ പറയുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ അവർ പഠിച്ച സാധനങ്ങൾ തന്നെ അവർ റിപ്ലൈ ചെയ്താൽ മതി. പിന്നീട് ഗ്രാജുവലി അവരിങ്ങനെ ഇമ്പ്രൂവ് ആയിട്ട് അവർ തന്നെ സ്വന്തം മറുപടി ഉണ്ടാക്കിയിട്ട് സ്വന്തമായിട്ട് തന്നെ പറയാൻ തുടങ്ങും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ഇൻഷാ അള്ളാ ഈ ഒരു കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ട് നിങ്ങൾ ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞോ എന്നറിയില്ല. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ആകുലതകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഇൻഷാ അള്ളാ പരിഹരിക്കും. അപ്പോൾ ഏതായാലും ഈ ഒരു രീതിയിലൊക്കെ കുട്ടികൾക്ക് എഫക്റ്റീവ് ആവുന്ന രീതിയിൽ നമ്മൾ ഏത് മാർഗവും നമുക്ക് സ്വീകരിക്കാം എന്നുള്ളത് തന്നെയാണ്. കുട്ടികൾക്ക് എഫക്റ്റീവ് ആവണം എന്നുള്ളത് മാത്രം. അതാണ് നമ്മൾ ഈ ഒരു കിതാബ് ആഡ് ചെയ്യാൻ തന്നെ കാരണം. ഓക്കെ, അപ്പോൾ ഇൻഷാ അള്ളാ നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കേൾക്കാം. അസ്സലാമു അലൈക്കും. ആഡ് ചെയ്യാനുള്ളത് നമ്മള് നെഹ്വിന്റെ ഒപ്പം ആദ്യം നെഹ്വ് ഇങ്ങനെ പഠിപ്പിച്ച് പോയിട്ട് പിന്നെ നസൂസിലേക്ക് കയറാൻ ഉദ്ദേശിച്ച കുറെ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. നമ്മളാ മാസത്തിൽ കൊടുത്തിരുന്ന ആ ഒരു ഇതന്നെ ബേസ് ചെയ്തിട്ട് തന്നെ പോകണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ആ മാസത്തിൽ അങ്ങനെ കൊടുത്തതിന്റെ ഉദ്ദേശം തന്നെ ആ നെഹ്വിൽ പഠിച്ചതൊക്കെ ഇതിലൂടെ പ്രാക്ടിക്കലായിട്ട് അവർ ഉപയോഗിക്കുക, അതിലൂടെ അറബിയിലൂടെ ആ ഒരു കായികകളൊക്കെ ഒന്നുകൂടി ഉഷാറാക്കി പഠിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ നെഹ്വിന്റെ ഭാഗങ്ങൾ ഒരുപാട് കുറഞ്ഞു പോയി എന്ന അഭിപ്രായം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സൂചിപ്പിക്കുക. ഏതെങ്കിലും ഭാഗങ്ങൾ പറ്റാതെ കൂടി ആഡ് ചെയ്യായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് സൂചിപ്പിക്കാം.